യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. 2 ലക്ഷം പേരെ. ഓട്ടോമാൻ തുർക്കികളുടെ സുൽത്താൻ അവരെ വിളിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യും, ജെറുസലേമിലേക്ക് വരിക. നിങ്ങളും ഞങ്ങളും ഒരേ ഇബ്രാഹിം നബിയുടെ മക്കളാണ്. നിങ്ങൾ ഇസ്ഹാക്കിൻ്റെ സന്തതി പരമ്പര, ഞങ്ങൾ ഇസ്മായിലിൻ്റെ സന്തതി പരമ്പര. ഓട്ടോമാൻ സുൽത്താൻ അവർക്ക് യാത്ര ചെയ്യാൻ വാഹനം, കുതിര, ആഹാരം ഒക്കെ കൊടുത്തയച്ച് അവരെ ജെറുസലേമിൽ കൊണ്ടുവന്നു താമസിപ്പിച്ചു. 2 ലക്ഷം പേരെ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്തു സ്പെയിനിൽ. നെപ്പോളിയൻ്റെ കാലത്ത് ഒരു 5 ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. തുർക്കിയിലെ സുൽത്താൻ എന്ത് ചെയ്തു? അദ്ദേഹം ഫ്രാൻസിൽ ആളുകളെ അയച്ച് ആ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്ന യഹൂദന്മാരെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്ന് ജെറുസലേമിൽ താമസിപ്പിച്ചു. ഹിറ്റ്ലർ 60 ലക്ഷം പേരെ കൊന്നു, യഹൂദന്മാരെ കൊന്നു. തുർക്കിയിലെ സുൽത്താൻ അവിടെ ആളയച്ച് അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ താമസിച്ച് യഹൂദന്മാർക്ക് വസ്തു കൊടുത്ത്, യഹൂദന്മാർക്ക് വീട് വെച്ച് കൊടുത്ത്, യഹൂദന്മാർക്ക് ആഹാരം കൊടുത്ത് താമസിപ്പിച്ചു. ആ നന്ദി കെട്ട യഹൂദൻ അവനെ കൂട്ടക്കൊല ചെയ്ത ക്രിസ്ത്യാനികളുടെ അമേരിക്കക്കാരുടെ ആയുധം വാങ്ങിച്ചിട്ട് ഈ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാണ്. അവർക്ക് താമസസ്ഥലവും ചോറും കൊടുത്തിട്ട് അവിടെ താമസിപ്പിച്ച ഈ മുസ്ലിമിനെയാണ് ഇപ്പോൾ അവൻ്റെ ശത്രു നമ്പർ 1. അവൻ്റെ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി നിസ്കരിക്കാൻ താഴെ പോയി സൃഷ്ടിച്ച ഡോം മോസ്കിനകത്ത് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമന്ത്രി കയറി അവിടെ അശുദ്ധമാക്കി. ഇതാണ് ചരിത്രത്തിൽ നന്ദി കേട് എന്ന് പറയുന്നത്. നിങ്ങൾ ചില പ്രസംഗം കേട്ടിട്ടുണ്ടാവും, ഇസ്രായേൽ ഇത്തോക്കോട്ട് ജയിച്ച് ജെറുസലേമിൻ്റെ മുകളിൽ സിനഗോഗ് പണിഞ്ഞാൽ യേശുക്രിസ്തു 2ാം വരവ് വരുമെന്ന്. ഞാൻ പറഞ്ഞു, ആ വരുന്ന യേശുക്രിസ്തു അല്ല, സാത്താനായിരിക്കും വരുന്നത്. ഹവ്വായെ പരീക്ഷിച്ച യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച സാത്താൻ. കാര്യം ഈ കൂട്ടക്കൊലയും രക്തം ചൊരിച്ചലും യേശുക്രിസ്തുവിന് ഇഷ്ടമുള്ള സാധനമല്ല. ഈ കൂട്ടക്കൊലയും രക്തക്കൊരിച്ചിലിന് ശേഷം യേശു അല്ല 2ാം വരവ് വരുന്നത്, സാത്താനായിരിക്കണം. വേറൊരു കള്ളക്കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാഫർമാരെ കൊല്ലാൻ പ്രവാചകൻ പറഞ്ഞു എന്നാണ്. പ്രവാചകൻ്റെ ക്യാമ്പിൽ കയറി പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ യുദ്ധം ചെയ്യുമ്പം ശത്രുക്കളെ പരാജയപ്പെടുത്താനും കൊല്ലാനും പറഞ്ഞു. അത് ഇന്ത്യയുടെ ആർമി ജനറൽ പാകിസ്ഥാനോട് വേറെ രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ സൈന്യത്തോട് പറയും ശത്രുക്കളെ കൊല്ലാൻ. അതാ പറഞ്ഞത്. അതിനെ കാഫർ എന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഒരു വ്യാഖ്യാനം കേട്ടിരിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തന്നെയല്ല, കാഫർ എന്ന വാക്കിനകത്ത് യഹൂദനും ക്രിസ്ത്യാനിയും വരുന്നില്ല. യഹൂദനെയും ക്രിസ്ത്യാനികളെയും പരിശുദ്ധ പ്രവാചകനെ വിളിച്ചത് കുത്ബ പീപ്പിൾ, പഴയ നിയമം. ക്രിസ്ത്യാനികൾക്ക് പഴയ നിയമമെന്നും യഹൂദന്മാർ തോറ എന്നും മുസ്ലിങ്ങൾ തൗറാത്ത് എന്ന് വിളിക്കുന്ന ഒരേ പുസ്തകമാണ്. ക്രിസ്ത്യാനികൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പുതിയ നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇഞ്ചിലാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ജനവിഭാഗമായതുകൊണ്ട് പ്രവാചകൻ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും വിളിച്ചത് കുത്ബ പീപ്പിൾ, പീപ്പിൾ ഓഫ് ദ ബുക്ക്, ഒരേ പുസ്തകത്തിൽ വിശ്വസിക്കുന്നവർ. അവർ കാഫറിൽ പെടുന്നില്ല. പരിശുദ്ധ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലോട്ട് പോവാണ്. വഴി കാണിക്കാൻ കൊണ്ടുപോയത് മുസ്ലിമിനാണോ? അല്ല, ഒരു ബഹുദൈവ വിശ്വാസിയായ നീഗ്രമാണ് പ്രവാചകന് വഴി കാണിക്കാനൊരു കൂടെ വന്നത്. പ്രവാചകനൊരു മുസ്ലിം പള്ളി പണിഞ്ഞു. വാങ്ക് വിളിക്കണം, മണിയടിച്ച് വാങ്ക് വിളിക്കണം. വാങ്ക് വിളിക്കാൻ ആരോടാ പറഞ്ഞത് പ്രവാചകൻ? അറബിയായ മുസ്ലിമിനോടാണോ? അല്ല, ഒരു നീഗ്രോയോട് പറഞ്ഞു, നീ കയറി മണിയടിക്കാൻ പറഞ്ഞു. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ മെക്കയിൽ നിന്ന് മദീനയിലോട്ട് പോകുമ്പോഴും ആദ്യത്തെ മുസ്ലിം പള്ളിക്ക് വാങ്ക് വിളിക്കാൻ പറയുന്നത് മുസ്ലിമിനോടല്ല, ബഹുദൈവ വിശ്വാസിയോടാണ്. അതാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച പാഠം. ഇവിടെ വളരെ ഭംഗിയായി ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശ്വ സഹോദര്യം പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച 1ാമത്തെ പാഠമാണ്. 2ാമത്തെ പാഠം, ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഈ കാഫറന്മാരെ സഹോദരങ്ങളെ കരുതിയതുകൊണ്ടാണ് കേരളം പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് 1,20,000 കോടി രൂപ. കേരളത്തിലെ മലയാളികൾ പുറത്തുപോയി ജോലി ചെയ്ത് കേരളത്തിലൂടെ അയക്കുന്ന തുക 1,20,000 കോടി രൂപ. കേരളത്തിന് ആകെ സമ്പത്തിൻ്റെ അത്രയും വിദേശത്ത് നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നതാണ്. അതിൽ 60,000 കോടിയും വരുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഖത്തറിൽ അവിടുത്തെ ആകെ ജനസംഖ്യ 2 ലക്ഷം. അവിടുത്തെ കാഫറന്മാർ, കേരളത്തിൽ നിന്ന് പോയ ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ ഈ ക്രിസ്ത്യാനിയോട് ചേർത്താൽ അവിടുത്തെ ജനസംഖ്യ 6 ലക്ഷം. അവിടുത്തെ അറബികളുടെ 3 ഇരട്ടിയാണ് ഇവിടുന്ന് പോയ കാഫറന്മാരുടെ എണ്ണം.
UAE എടുത്താലോ? UAE എടുത്താൽ അവിടുത്തെ അറബികളുടെ 3 ഇരട്ടിയാണ് കേരളത്തിൽ നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്ന കാഫറന്മാർ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോയി മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സ്വന്തം സഹോദരങ്ങളെ പോലെ കരുതുന്നത് കൊണ്ട് അവിടെ ജോലി ഇങ്ങോട്ടേക്ക് 60,000 കോടി രൂപ കേരളത്തിൽ ഒരു വർഷം വന്നിരുന്നില്ലെങ്കിൽ കേരളം ബീഹാറിനെ പോലെ ദരിദ്ര രാഷ്ട്രമാകുമായിരുന്നു. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ സാഹോദര്യം മനസ്സിലാക്കേണ്ടത്. ആ കേരളത്തിൻ്റെ പട്ടിണി മാറ്റുന്ന എത്രയോ ക്ഷേത്രങ്ങളും എത്രയോ ക്രിസ്ത്യൻ പള്ളികളും പുതുക്കി പണിയുന്നത് ഗൾഫിൽ നിന്ന് അയക്കുന്ന ആളിലയക്കുന്ന പൈസ കൊണ്ടാണ്. എത്രയോ കുരിശടി പണിയുന്നത് ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ കൊണ്ടാണ്. നല്ല വീട് വെച്ചത് ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ കൊണ്ടാണ്. പെൺകുട്ടികളെ മാന്യമായ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഈ പൈസ വന്നുകൊണ്ടാണ്. ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇസ്ലാം രാജ്യങ്ങൾ വഹിക്കുന്ന പങ്ക് കൃത്യമായി മനസ്സിലാക്കണം. മൂന്നാമതായി പ്രവാചകൻ ലോകത്തിന് കൊടുത്തത് ഭരണക്രമത്തെ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. കേരളം ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ല. കണ്ണൂർ പട്ടണത്തിൽ മാത്രം അറക്കൽ ബീവി ഭരിച്ചിരുന്നു. ഒരു പട്ടണം മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ഭരണക്രമം എടുത്താൽ നമ്മളിന്ന് സദ്ഭരണത്തിൻ്റെ ഭാഗമായി ആഘോഷിക്കുന്ന ഭരണക്രമം എടുത്താൽ അത് മുഴുവൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ ഇസ്ലാമിക ഭരണമാണ്. നമ്മൾ രാജാവ് കഴിഞ്ഞാൽ പിന്നത്തെ ആൾ ദിവാനാണ്. സർ CP രാമസ്വാമിയർ ദിവാൻ. ദിവാൻ എന്ന വാക്ക് പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. അറബി ഭാഷയിൽ ദിവാൻ എന്ന് പറഞ്ഞാൽ രണ്ടാമൻ, രണ്ടാമത്തെ ആൾ. ആ ദിവാൻ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ഭരണകർത്താവ്. രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഭരണകർത്താവ് ദിവാനായിരുന്നു. രാജ്യത്തെ പ്രവാചകൻ പല പ്രോവിൻസായി തിരിച്ചു. ആ പ്രോവിൻസിന് ഇട്ട പേരാണ് സില്ല അറബി ഭാഷയിൽ. ആ സില്ല മലയാളത്തിൽ വന്നപ്പോൾ ജില്ല. പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല. ഈ ജില്ല എന്നുള്ള വാക്ക് പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. മുസ്ലിങ്ങളുടെ ഭരണക്രമമാണ്. ആ ജില്ല ഭരിക്കാൻ വേണ്ടി ഒരു തസ്തിക ഉണ്ടാക്കി, പേഷ്കാർ. അറബി ഭാഷയിൽ പേഷ്കുഷ് എന്ന് പറഞ്ഞാൽ കരം. പേഷ്കുഷ് പിരിക്കുന്നവൻ പേഷ്കാർ. പിന്നെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഈ പേഷ്കാറിനെ ഇംഗ്ലീഷോട് തർജ്ജമ ചെയ്തു, കളക്ടർ ഓഫ് ടാക്സസ്. പിന്നെ IASകാർക്ക് ഈ ഓഫ് ടാക്സ് ഒരു നാണക്കേട്. അവരെ ഓഫ് ടാക്സ് അങ്ങ് വെട്ടി. അങ്ങനെ കളക്ടർ എന്നായി. ഇപ്പം ഈ കളക്ടർ അല്ലെങ്കിൽ പേഷ്കാർ തസ്തിക പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ അറബി വാക്കാണ് പേഷ്കാർ. ഇനി ആ പേഷ്കാർ ഭരിക്കുന്ന ജില്ലയ്ക്ക് താഴെ ഓരോരോ മരിപ്പച്ചകളെ സെപ്പറേറ്റ് പ്രോവിൻസാക്കി. ആ പ്രോവിൻസിന് അറബി ഭാഷയിലൊരു വാക്കിട്ടു. അതാണ് താലൂക്ക് അല്ലെങ്കിൽ തഹസീൽ എന്ന് പറയുന്നത്. രണ്ടും അറബി വാക്കാണ്. ആ താലൂക്ക് കേരളത്തിൽ നിന്ന് 81 താലൂക്കാണ്. ഈ താലൂക്ക് എന്ന വാക്ക് അറബി ഭാഷയാണ്. ഇനി താലൂക്ക് ഭരിക്കാൻ ഒരു തസ്തികയുണ്ടായി. അതാണ് തഹസീൽദാർ. തഹസീൽ എന്ന വാക്ക് അറബിയാണ്. ഹസാല ടു കളക്ട്. ഹസാലദാർ വൺ ഹു കളക്ട് ടാക്സസ്. അറബി ഭാഷയിൽ പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ തഹസീൽദാരായിട്ട് അറിയപ്പെടുന്നത്, അറബി ഭാഷ. സർക്കാർ ഓഫീസുകളിലൊക്കെ മാർച്ച് 31 ആകുമ്പം ജമാബന്ദി ചെയ്യും. വലിയ ഓഫീസ് എന്ന് കഴിഞ്ഞാൽ ജമാബന്ദി. എന്താണ് ഈ ജമാബന്ദി? അറബി ഭാഷയിൽ ക്ലോസർ ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട് സെറ്റിൽ ചെയ്യുക. ആ ജമാബന്ദി എന്ന അറബി വാക്ക് ഇപ്പോഴും നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലും നമ്മുടെ വലിയ ഓഫീസിലുമൊക്കെ ജമാബന്ദി ഉണ്ട്. അക്കൗണ്ട് ആണ്ടവസാനം ക്ലിയർ ചെയ്യാണ്. എവിടുന്ന് വന്ന് ഈ ജമാബന്ദി? അറബി ഭാഷയിൽ നിന്ന് വന്നതാണ്. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കണം. അതിന് കോടതി ഉണ്ടാക്കി. ആ കോടതിയിലെ ജഡ്ജി അപ്പോയിൻ്റ് ചെയ്തു. ആ ജഡ്ജിക്ക് അറബി ഭാഷയിലിട്ട പേരാണ് മുൻസിഫ്, ന്യായം നടത്തുന്നവൻ. ഇപ്പോൾ നമ്മുടെ സിവിൽ കോടതിയിൽ ചെന്നാൽ മുൻസിഫുണ്ട്. ഈ മുൻസിഫ് എവിടെ നിന്നു? ജഡ്ജിയുടെ പേര് എവിടെ നിന്നു? അറബി ഭാഷയിൽ പ്രവാചകൻ ഉണ്ടാക്കിയതാണ് മുൻസിഫ്. ഇനി കോടതിയിൽ വക്കീൽ, അഡ്വക്കേറ്റിനെ മലയാളത്തിൽ വിളിക്കും വക്കീലെന്ന്. വക്കീൽ എവിടെ നിന്ന് വന്നു? വക്കീൽ അറബി ഭാഷയാണ്. പരാതിക്കാരൻ്റെ വാദം കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി വാദിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ പ്രവാചകനിട്ട വാക്കാണ് വക്കീൽ. ഇപ്പോഴും നമ്മുടെ കോടതിയിൽ വക്കീൽ വരികയാണ്. നമ്മൾ പറയും രണ്ട് കക്ഷികൾ തമ്മിൽ കരാർ ഒപ്പിട്ടു. എവിടെ നിന്ന് ഈ കരാർ? കരാർ അറബി ഭാഷയാണ്, മലയാളമല്ല, അറബി ഭാഷയാണ്. രണ്ടുപേരും ഇവിടുന്ന് എഗ്രിമെൻറ്റിനെ അറബി ഭാഷ വിളിച്ചതാണ് കരാർ. മക്കയിലെ 360 ട്രൈബ്സുമായിട്ട് പരിശുദ്ധ പ്രവാചകൻ
സന്ധി ഒപ്പിട്ടു. ആ സന്ധിക്കിട്ട പേരെന്താണ്? കരാർ. ബദർ യുദ്ധത്തിനും ഉഹൂദ് യുദ്ധത്തിനും കണ്ടക് യുദ്ധത്തിനും ശേഷം എഗ്രിമെൻ്റ് ഒപ്പിട്ടു. കരാർ റദ്ദ് ചെയ്യണം. റദ്ദ് എവിടുന്ന് വന്നു? റദ്ദ് അറബി ഭാഷയാണ്, മലയാളമല്ല. കരാർ റദ്ദ് ചെയ്യുക അറബി ഭാഷയാണ്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, കേരളം ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഭരണക്രമം മുഴുവൻ പ്രവാചകൻ ഉണ്ടാക്കിയ, അറബി ദേശത്തുണ്ടാക്കിയ ഭരണക്രമമാണ്. നമ്മുടെ ഭരണവും നമ്മുടെ ഓഫീസും നമ്മുടെ കോടതിയും വക്കീലും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലെ ജവാബന്ദിയും ഇതെല്ലാം ഇസ്ലാമാണ്. അപ്പോൾ നമ്മുടെ ഭരണക്രമം നന്നായെങ്കിലേ നമുക്ക് ജനങ്ങൾക്ക് നീതി കിട്ടൂ. കേരളം ഇന്ന് ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിക്കാത്ത രാജ്യമായിട്ട് പോലും ഈ കേരളത്തിൽ, ഇന്ത്യയിൽ നമുക്ക് സ്ഥാനം കിട്ടുകയാണ്. ഹവിൽദാർ അറബി ഭാഷയാണ്, സുബേദാർ അറബി ഭാഷയാണ്, ജമാബന്ദി അറബി ഭാഷയാണ്. പണ്ട് പോലീസ് സൂപ്രണ്ടിനെ വിളിച്ച പേരെന്താണ്? അമിനാദാർ. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ, അറബി വാക്കാണ്. പ്രൊട്ടക്ഷൻ തരുന്നവൻ അമിനാദാർ. 1962 അമിനാദാർ തസ്തികയെ സൂപ്രണ്ട് ഓഫ് പോലീസ് എന്നാക്കി മാറ്റിയത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് സമൻസ് നടത്താൻ ആമീൻ വരും. എവിടുന്ന് ഒരു ആമീൻ? ആമീൻ അറബി ഭാഷയാണ്, പ്രവാചകൻ ഉണ്ടാക്കിയതാണ് ആമീൻ, പ്രൊട്ടക്ഷൻ. ഇങ്ങനെ നമ്മൾക്ക് നീതി കിട്ടുന്ന സർക്കാരിൻ്റെ സിസ്റ്റം ഉണ്ടാക്കിയത് പ്രവാചകനും ഇസ്ലാമിക ഭരണക്രമമാണ്. നീതിയുള്ളൊരു ഭരണം നടത്താനുള്ള ഭരണക്രമം ഇസ്ലാമിൻ്റെ സംഭാവനയാണ്. നാലാമതായി പ്രവാചകൻ ചെയ്തത് കർഷക വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണ്. റോമിലും ഗ്രീസിലുമൊക്കെ, യൂറോപ്പിലും ഗ്രീസിലും കൃഷിഭൂമിക്ക് കർഷകന് അവകാശമില്ല. കൃഷിഭൂമി രാജാവിൻ്റേതാണ്. ഭൂമി കപ്പത്തിന് തരും. കപ്പ വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യാം. പക്ഷെ കപ്പ വാങ്ങിച്ചിട്ട് കൃഷി ചെയ്താൽ യുദ്ധം വന്നാൽ ആദ്യം മൂത്ത മോനെ അയക്കണം, അയാൾ യുദ്ധത്തിൽ കുഴപ്പപ്പെട്ട രണ്ടാമത്തെ മോനെ അയക്കണം. കർഷകർ വല്ലാതെ കഷ്ടപ്പെട്ടു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടുകയില്ല. ഈ കൃഷി ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി മക്കൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ ജോസഫ് എന്ന ക്രിസ്ത്യാനികളും യോസെ എന്ന യഹൂദന്മാരും യൂസഫ് എന്ന മുസ്ലിങ്ങളും വിളിക്കുന്ന ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തോട് ഫറവോ രാജാവ് പറഞ്ഞു, ഈ വരൾച്ചയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരു കാർഷിക സമ്പ്രദായം ഉണ്ടാക്കാൻ. ജോസഫ് ഒരു ഭരണപരിഷ്കാരം വരുത്തി. പാവപ്പെട്ട കർഷകൻ്റെ മുഴുവൻ സ്വത്തും ഫറവോ രാജാവിൻ്റെതാക്കി മാറ്റി. വേദവസ്തു നമ്മൾ വായിക്കുന്നതാണ്. ഫറവോ രാജാവിൻ്റെതാക്കി മാറ്റി. റോമിൽ മാർക്കസ് ഒറീലിയസ് എന്ന ചക്രവർത്തി ഉണ്ടായിരുന്നു. ചക്രവർത്തി ഒരു ഭൂപരിഷ്കരണം നടത്തി. ഭൂപരിഷ്കരണം കഴിഞ്ഞപ്പോഴത്തേന് രാജ്യത്തിലെ മുഴുവൻ കൃഷിഭൂമിയും സീസറിൻ്റെ വകയായി, ചക്രവർത്തിയുടെ വകയായി. ഒരവകാശമില്ല. പ്രവാചകൻ ഈ നിയമം മാറ്റി. ആരാണോ ഭൂമി കൃഷി ചെയ്യുന്നത് അവൻ്റേതാണ് ആ ഭൂമി. അവൻ ടാക്സ് അടയ്ക്കണം, പാട്ടം അടയ്ക്കണം. പക്ഷേ ഭൂമി അവൻ്റേതാണ്, രാജാവിൻ്റേതല്ല. അവിടെ കൃഷി ചെയ്യാൻ സമ്മതിക്കുന്നത് കൊണ്ട് അവൻ്റെ മക്കളെ യുദ്ധത്തിൽ നിന്നും വിടണ്ട. ഇസ്ലാം എന്ത് ചെയ്തു? ശമ്പളം കൊടുത്ത് ട്രെയിൻ ചെയ്ത് സോൾജേഴ്സിനെ ഉണ്ടാക്കി, പട്ടാളക്കാരെ ഉണ്ടാക്കി. അതുകൊണ്ട് ഇസ്ലാമിലും മറ്റുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ സൈന്യത്തിന് 5 ഇരട്ടിയുണ്ട് റോമൻ സാമ്രാജ്യമൊക്കെ, പേർഷ്യൻ സാമ്രാജ്യം. അപ്പോൾ യുദ്ധം മുസ്ലിങ്ങൾ ജയിക്കും. കാര്യം എന്നറിയാമോ? ട്രെയിൻഡ് സോൾജേഴ്സാണ്. അങ്ങനെ കൃഷിഭൂമി കർഷകൻ്റേതാക്കിയപ്പോൾ ഒരു വലിയ അത്ഭുതം ഉണ്ടായി. കമ്മ്യൂണിസം ലോകത്തോട് പറഞ്ഞു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളി എന്ന്. ലോകത്തിൽ ആദ്യമായി നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കും പൈങ്കിളി എന്ന് ചെയ്ത് കാണിച്ചു കൊടുത്ത പ്രവാചകനാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊന്നും കമ്മ്യൂണിസം വളർന്നില്ല. കാരണം കമ്മ്യൂണിസം എന്താണോ ഓഫർ ചെയ്യുന്നത് അത് പ്രവാചകൻ ഇസ്ലാമും കൊടുത്തു കർഷകർക്ക്. പിന്നെ ഭാവിയിലല്ല, അപ്പോഴേ കൈ കൊടുത്തു. ക്രിസ്ത്യാനികളായ റോമൻ സാമ്രാജ്യം യഹൂദന്മാരെ മുസ്ലിങ്ങളെ ആക്രമിച്ചു. ബാറ്റിൽ ഓഫ് യാർമൂക്ക് എന്ന വലിയ യുദ്ധത്തിൽ. ബാറ്റിൽ ഓഫ് യാർമൂക്കിൽ വന്നപ്പോൾ അറബി ദേശത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഖാലിഫ് ഉമറിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഖാലിഫ് ഉമർ ഇവരെ വിളിച്ചു, നിങ്ങളെന്താ എൻ്റെ കൂടെ നിൽക്കുന്നത്?
നിങ്ങളുടെ ക്രിസ്ത്യാനികളല്ലേ ഞങ്ങളെ ആക്രമിക്കുന്നത്? ക്രിസ്ത്യാനികൾ പറഞ്ഞു, റോമാ സാമ്രാജ്യം യുദ്ധം ജയിച്ചാൽ ഞങ്ങളുടെ കൃഷിഭൂമി ഞങ്ങളുടെ ഇന്ന് പോവും, രാജാവ് അത് പിടിച്ചെടുക്കും. പിന്നെ അയാൾ നടത്തുന്ന യുദ്ധത്തിന് ഞങ്ങളുടെ ആൺമക്കൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോൾ പേർഷ്യ സാമ്രാജ്യം ഖലീഫ ഉമറിനെ ആക്രമിച്ചു. പേർഷ്യക്കാർ മുഴുവൻ ഖലീഫയുടെ കൂടെ നിൽക്കുകയാണ്. ഖലീഫ ഉമർ ചോദിച്ചു, നിങ്ങളെന്താ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്? നിങ്ങളുടെ രാജാവല്ലേ ഞങ്ങൾ ആക്രമിക്കുന്നത്? പേർഷ്യക്കാർ പറഞ്ഞു, അവൻ ജയിച്ചാലേ ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ ഇന്ന് പോവും, അങ്ങയുടെ കീഴിൽ ഞങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ട്, യുദ്ധത്തിനുണ്ട് ഞങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കണ്ട. അതുകൊണ്ട് പേർഷ്യക്കാർക്കെതിരെ പേർഷ്യക്കാർ ഖലീഫ ഉമറിൻ്റെ കൂടെ വന്നു. ഇസ്ലാം യുദ്ധം ജയിച്ചു, യാർമുക്ക് യുദ്ധം ജയിച്ചു, കണ്ടക് യുദ്ധം ജയിച്ചു, ഖദീസ യുദ്ധം ജയിച്ചു, ഇറാനിൽ ചെന്നപ്പോൾ ജസീറ യുദ്ധം ജയിച്ചു മുസ്ലിങ്ങൾ. കാരണം ഇസ്ലാം ജയിച്ചാൽ കൃഷിഭൂമി കർഷകന് കിട്ടി. ഇത് പ്രവാചകൻ ചെയ്ത കാർഷിക വിപ്ലവമാണ്, ഗംഭീരമായൊരു കാർഷിക വിപ്ലവം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇസ്ലാം വളരെ പ്രൊഡക്റ്റീവായ കർഷകരുടെ ഏരിയയായി മാറി. പക്ഷെ അറബി ദേശം മരുഭൂമിയാണ്. 100 ഏക്കർ ഭൂമി എടുത്താൽ കൃഷി ചെയ്യാവുന്ന ഭൂമി 4 ഏക്കറേ ഉള്ളൂ. ബാക്കി 96 ഏക്കറിലും വെള്ളവും ഇല്ല, ഒന്നും കൃഷി ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അറബി ദേശത്ത് ജനിച്ച ഒരാൾക്ക് ഏറ്റവും വിലപ്പെട്ട സാധനമാണ് കൃഷിഭൂമി. അതിൻ്റെ ഉടമസ്ഥാവകാശം കർഷകന് കൊടുത്തു. പരസ്യപ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ കൃഷിഭൂമിയെപ്പോലെ കരുതിക്കോണം. കാരണം മരുഭൂമിയിലുള്ളൊരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനം കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമിയെപ്പോലെ നിൻ്റെ ഭാര്യയെ കരുതിക്കോണമെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ 28 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി കൃഷി ചെയ്യാതിട്ടിരിക്കുന്ന കേരളത്തിലെ കുറേ എണ്ണം ഇത് കേട്ടപ്പോൾ അവൻ്റെ തലയിൽ വേറെ ഒരു വിവരക്കട ഉദിച്ചത്. ഇതാ ഭാര്യയെ കൃഷിഭൂമിയെ പോലെ കരുതിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മലയാളിക്ക് മനസ്സിലായില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്ലാമിനെ വിമർശിച്ചിട്ടുള്ള ചില പ്രസംഗങ്ങൾ. പ്രവാചകൻ പറഞ്ഞത്, മരുഭൂമിയിലെ ജനത്തിന് കൃഷിഭൂമി എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെ നിൻ്റെ ഭാര്യയെ കൃഷിഭൂമി പോലെ കരുതിക്കൊണ്ടെന്നാണ്. ഈശ്വരൻ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൃഷി ചെയ്യാൻ പറ്റിയ കൃഷിഭൂമി ഒരു മരുഭൂമിയിൽ. ഈ കാർഷിക വിപ്ലവം പ്രവാചകൻ ഉണ്ടാക്കിയ അത്ഭുതകരമായൊരു വിപ്ലവമാണ്. 5ാമത് പ്രവാചകൻ കൈവച്ചത് പണം കൈകാര്യം ചെയ്തതിനെ പറ്റിയാണ്. ലോകത്തെവിടെയും പണം കടം കൊടുക്കും, പലിശ വാങ്ങിക്കും, പണക്കാരൻ പണക്കാരനായിക്കൊണ്ടേയിരിക്കും, പാവപ്പെട്ടവൻ ദാരിദ്ര്യത്തിൽ ആയിക്കൊണ്ടേയിരിക്കും. ഇത് പ്രവാചകന് കൃത്യമായിട്ട് മനസ്സിലായി. പ്രവാചകൻ ഇസ്ലാമിൽ പ്രസിദ്ധമായൊരു നിയമം ഉണ്ടാക്കി. പലിശ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ദൈവനിഷേധമാണ്, കുറ്റകരമാണ്. ആരാണ് പണം കൊടുക്കുന്നത്? പണമുള്ളവൻ. ആരാണ് പണം വാങ്ങിക്കുന്നത്? പാവപ്പെട്ടവൻ. എന്നിട്ട് ഈ പാവപ്പെട്ടവനിൽ നിന്ന് പണക്കാരൻ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ പണക്കാരനായിക്കൊണ്ടേയിരിക്കും, പാവപ്പെട്ടവൻ ദരിദ്രവാസി ആയിക്കൊണ്ടേയിരിക്കും. അമേരിക്കയുടെ മുഴുവൻ പണത്തിൻ്റെ 70% 16 കുടുംബങ്ങളുടെ കയ്യിലാണ്. റോസ്ചൈൽഡ് ഉൾപ്പെടെയുള്ള 16 കുടുംബങ്ങളുടെ കയ്യിൽ. ഇന്ത്യയിലെ 1% ജനങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 76%. എങ്ങനെ പറ്റി? പണക്കാരൻ പാവപ്പെട്ടവനെ കൊള്ളയടിച്ച് കൊണ്ടുപോവാണ്. ഇന്ത്യയിലെ 42 കോടി ആളുകൾ ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. 2 കോടി ആളുകൾക്ക് ഫുഡ് സെക്യൂരിറ്റി ഇല്ല. ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റിയാൽ ഇന്ത്യയിലെ 2 കോടി ആളുകൾക്ക്. ഈ ഗതികേട് പ്രവാചകൻ മാറ്റി. പലിശ വാങ്ങിക്കാൻ പാടില്ല. അന്നത്തെ ഏറ്റവും വലിയ പലിശക്കാരാരാണ്? യഹൂദന്മാരാണ്. ഷേക്സ്പിയർ മർച്ചൻ്റ് ഓഫ് വെനീസ് എഴുതി. അതിലെ കൊള്ളക്കാരനായ പലിശക്കാരൻ, അയാളുടെ പേരെന്താണ്? ഷൈലോക്ക്. ആരാണ് ഈ ഷൈലോക്ക്? അയാളൊരു പലിശ കടം കൊടുക്കുന്ന ഒരു വ്യാപാരിയാണ്. റോസ്ചൈൽഡ് പണം കടം കൊടുക്കുന്ന വ്യാപാരിയാണ്. ലോറൻസോ ദി മെഡിച്ചി, ഫ്ലോറൻസിലെ ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ മകനാണ് ലിയോ 1 മാർപ്പാപ്പ. പണം കടം കൊടുക്കുന്ന പലിശക്കാരനാണ്. പ്രവാചകൻ ഈ പലിശ കൊടുപ്പ് നിർത്തി. നിങ്ങൾ സൗദി അറേബ്യയിൽ കൊണ്ടുപോയി 1000 രൂപ ബാങ്കിലിട്ടാൽ 5 കൊല്ലം കഴിഞ്ഞ് പോയാൽ 1000 രൂപ കിട്ടുള്ളൂ, പലിശയൊന്നുമില്ല. ഉസൂർ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. പണം കടം കൊടുത്ത് പാവപ്പെട്ടവനെ കൊള്ളയടിക്കുന്ന പരിപാടി നിർത്തി. നമ്മൾ തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ പോയാൽ അവിടെ കച്ചവടക്കാരിരിപ്പുണ്ട്, ഹുണ്ടി ബിസിനസ്സുകാരിരിപ്പുണ്ട്. 90 രൂപ കൊടുക്കും.
90 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ അതിന് മൾട്ടിപ്പിൾസ് കൊടുക്കും. 90 രൂപ കൊടുത്താൽ വൈകിട്ട് ബിസിനസ് കഴിഞ്ഞിട്ട് 100 രൂപ ഇവന് കൊടുക്കണം. ഇപ്പോൾ 90 രൂപയ്ക്ക് ബിസിനസ് 120 രൂപ കിട്ടിയാൽ 100 രൂപ അവന് കൊടുക്കണം. 20 രൂപ ഈ കച്ചവടം ചെയ്തതിന് കിട്ടുള്ളൂ. ഞാനൊന്ന് കണക്കൂട്ട് നോക്കി. 90 രൂപയ്ക്ക് ഒരു ദിവസം 10 രൂപ പലിശ എന്ന് പറഞ്ഞാൽ 36,000% 36,000% ആ പലിശ. ലോകത്തെവിടെയെങ്കിലും ഈ ചാല മാർക്കറ്റിൻ്റെ പലിശ കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്ര പലിശയാണ്. ഇസ്ലാം ഇത് നിർത്തി, പലിശ പ്രവാചകൻ നിർത്തി. അവിടെ എന്ത് പറ്റി? ഒരു ഇസ്ലാമിക രാജ്യത്തും മുതലാളിത്തം പച്ചപിടിച്ചില്ല. ഒരു ഇസ്ലാമിക രാജ്യത്തും ഫ്യൂഡലിസം വന്നില്ല. ഒരു ഇസ്ലാമിക രാജ്യത്തും കമ്മ്യൂണിസം വന്നില്ല. കാരണം കൃഷിക്കാരന് കൃഷിഭൂമി ഉടമസ്ഥാവകാശ പ്രവാചകൻ കൊടുത്തു. ഫ്യൂഡലിസം വന്നില്ല, കമ്മ്യൂണിസം വന്നില്ല. ഒരു ഇസ്ലാമിക രാജ്യത്തും മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായില്ല. കാരണം പണം പലിശ കൊടുത്ത് പണക്കാരൻ വീണ്ടും പണക്കാരനാവുന്ന പരിപാടി ഇല്ല. കുവൈറ്റിൽ എണ്ണസമ്പത്ത് വരെയാണ്. മുഴുവൻ രാജാവിൻ്റെതാണോ? അല്ല. ഇസ്ലാമിക നിയമപ്രകാരം എണ്ണ വിറ്റ് കിട്ടുന്ന പൈസയുടെ 50% പൗരന്മാർക്ക് തുല്യമായി വീതിക്കും. അറബി വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി, അവൻ്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും 50,000 രൂപ 1,00,000 രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അറബി കിടന്നുറങ്ങുക. പക്ഷേ രാജ്യത്തിന് സമ്പത്ത് രാജാവിന് പ്രൈവറ്റ് പ്രോപ്പർട്ടിയല്ല. കുവൈറ്റിലും ദോഹയിലുമൊക്കെ വിൽക്കുന്ന എണ്ണയുടെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും വിലയുടെ പകുതി ഓട്ടോമാറ്റിക്കായിട്ട് കർഷകൻ്റെ ഈ ഓരോ അറബിയുടെ വീട്ടിലോട്ട് വരികയാണ്. ബക്കങ്കോട്ട് ക്രെഡിറ്റ് ആവുകയാണ്. അവിടെ എന്തുപറ്റി? ഒരു ഇസ്ലാമിക രാജ്യത്തും ട്രില്യനർ മൾട്ടി ബില്യനർ ഒന്നും ഉണ്ടായില്ല. കാരണം സ്വത്ത് വീതിക്കപ്പെട്ടു, സമ്പത്ത് വീതിക്കപ്പെട്ടു. പലിശ കൊടുത്ത് ആരെയും കൊള്ളയടിക്കാൻ പറ്റിയില്ല. ഇത് പ്രവാചകൻ ചെയ്ത അത്ഭുതകരമായ 5ാമത്തെ വിപ്ലവമാണ്. 6ാമത് പ്രവാചകൻ ചെയ്തത് സ്ത്രീ വിമോചനമാണ്. പ്രവാചകൻ ജനിച്ചു വളരുന്ന കാലത്ത് സ്ത്രീകൾ ഭയങ്കരമായ കഷ്ടപ്പാട്ടിൽ അനുഭവിച്ചിരുന്നു. റോമ സാമ്രാജ്യം ഉണ്ടാക്കിയ ജനതയുടെ പേര് എസ്ട്രൂക്കൻസ് എന്നാണ്. എസ്ട്രൂക്കൻസിനിടയിലെ ഒരു സ്ത്രീക്കും വസ്ത്രം ധരിക്കാൻ ഒക്കെയില്ല. 95% നഗ്നരായി നടന്നാണ്. ലോകത്തിൽ സ്ത്രീകൾ ഭരിക്കുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു, ആമസോണിയൻസ്. ആമസോണിയൻസിലെ രാജ്ഞി ഉൾപ്പെടെ നൂൽ വസ്ത്രമില്ല. യോനിയുടെ അവിടെ മാത്രം ഒന്നും മറയ്ക്കാൻ പറ്റും, വേറെ ഒന്നും മറയ്ക്കാൻ പറ്റില്ല. ഗ്രീസിലെ സ്പാർട്ട, ഏതൻസ്, അവിടെ രാവിലെ എല്ലാവരും PT വരണം, എക്സസൈസ് ഇറക്കാൻ വരണം. സ്ത്രീകൾ ഉൾപ്പെടെ ഒരെണ്ണത്തിന് നൂൽ വസ്ത്രം ഇടാൻ പറ്റിയില്ല. സ്പാർട്ടയിൽ ഏതൻസിലെയും രാവിലത്തെ PT, പോലീസിൻ്റെ PT പരടുമില്ലേ, അതുപോലെ PT ചെയ്യാൻ വരും. സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ പറ്റിയില്ല. ലോകമെങ്ങും സ്ത്രീകൾ ഈ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നു. അറബി ദേശത്തെ 365 ദേവന്മാർക്ക് പൂജ അർപ്പിക്കുമ്പോൾ അവിടെ വരുന്ന സ്ത്രീ വസ്ത്രം ധരിക്കാൻ പാടില്ല. എന്തിനു പറയുന്നു? കേരളത്തിൽ 100 കൊല്ലം മുമ്പ് മാറുമറക്കൽ സമരം നടന്നു. ആദ്യം പ്രസിദ്ധമായ ചാന്നാർ ലഹള നടന്നു. ഈഴവരുടെ നേതൃത്വത്തിൽ ചാന്നാർ ലഹള നടന്നു. എന്തിനാണ്? മാറുമറയ്ക്കാനുള്ള അവകാശം. 1920 4 സ്ത്രീകൾ മാറുമറയ്ക്കാതെ ക്ഷേത്രത്തിൽ കയറാൻ ചെന്നു. സ്ത്രീകൾ വന്നു നാം മാറ് വലിച്ചു പറിച്ചു. എന്തിനാണ് ഈ മാറും കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. മാറ് നെഞ്ചത്ത് കൊണ്ടു നടക്കുന്നതിന് മുലക്കരം അടയ്ക്കണം. ഒരു പുരുഷന് 3 ഭാര്യമാരുണ്ടെങ്കിൽ 6 മുലക്കരം അടയ്ക്കണം. മനുഷ്യന് മുല കൊടുത്ത് മക്കളെ വളർത്തുന്നൊരു അമ്മ ആ മുല കൊടുക്കാനുള്ള മുല കൊണ്ടു നടക്കുന്നതിന് കരമടയ്ക്കണം. അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. പ്രവാചകൻ പറഞ്ഞു, കണ്ണുകളും കാൽപാദം ഒഴിച്ച് ബാക്കി മുഴുവൻ ശരീരവും നിങ്ങൾക്ക് മറയ്ക്കാം. പർദ്ദ ഇട്ടിട്ട് അങ്ങോട്ട് മറച്ചു കൊടുത്തു. ടിപ്പു സുൽത്താൻ സൈന്യവുമായി മലപ്പുറം വഴി പാസ് ചെയ്യാണ്. അപ്പോൾ ഈ മാറ് മറക്കാതെ സ്ത്രീകൾ നടക്കുകയാണ്. പട്ടാളക്കാരില്ലേ ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകളുടെ മാറ കയറി പിടിക്കാൻ തുടങ്ങി. അത് ടിപ്പുവിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. ടിപ്പു പറഞ്ഞു, മുഴുവൻ സ്ത്രീകൾ മാറ മറച്ചോളാൻ പറഞ്ഞു. മാറ മറച്ച സ്ത്രീകളെ മുഴുവൻ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കി. സ്ത്രീകൾ എന്ത് ചെയ്തു? അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. മലപ്പുറം ജില്ലയിൽ ഇസ്ലാം വളരുന്ന പ്രധാന കാരണങ്ങളൊന്നും ഈ ഒരു നിയമമായിരുന്നു. അങ്ങനെ മാറ് മറയ്ക്കാൻ അവകാശ സ്ഥലത്തിൻ്റെ പേരിപ്പം മാറ് ചേർത്തിട്ടാണ്. മലപ്പുറത്തെ സ്ഥലത്തിൻ്റെ പേര് ടിപ്പു സുൽത്താൻ മാറ് മറയ്ക്കാൻ പറഞ്ഞ സ്ഥലം
ഇപ്പോൾ മാറ് എന്ന പേര് ചേർത്തിട്ട് ആ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ പ്രവാചകൻ ചെയ്തത് അത്ഭുതകരമായൊരു നിയമമായിരുന്നു. സ്ത്രീകൾക്ക് ശരീരം മറയ്ക്കാൻ അവകാശം കൊടുത്തു. സ്ത്രീകൾ ഈ മരുഭൂമി കൂടെ നടക്കുമ്പോൾ കാറ്റടിച്ച് ഈ മണൽ തരികൾ ഇങ്ങനെ സ്ത്രീകളുടെ തലമുടി കടയിൽ കയറും. കേരളത്തിൽ നമുക്ക് കുളിക്കാം, വെള്ളമുണ്ട്. മരുഭൂമി വെള്ളമുണ്ടോ? ഇല്ല. അപ്പോൾ സ്ത്രീകൾ വല്ലയിടത്തും പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ ചീപ്പെടുത്ത് വെച്ച് 2 മണിക്കൂർ പണിയാണ് ഈ തലമുടി കിടക്കുന്ന ഈ മണ്ണും മണലും മാറ്റുക എന്ന് പറയുന്നത്. ഭയങ്കര പണിയാണ്. പുരുഷന്മാർ സ്ത്രീയെ പറ്റിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് ഈ തലമുടി സൗന്ദര്യം ഉണ്ടാക്കുന്നത്. കറത്തിരേണ്ട ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് ഈ തലമുടി. അതുകൊണ്ട് വല്ല സൗന്ദര്യം ഏതെങ്കിലും സ്ത്രീക്ക് ഉണ്ടാവുമോ? ഒരു സൗന്ദര്യമില്ല. എന്തിനാണ് ഈ പുരുഷന്മാർ സ്ത്രീയെ കൊണ്ട് തലമുടി വളർത്തിച്ചത്? അത് അനുസരണം കെട്ട സ്ത്രീകളെ അനുസരിപ്പിക്കാൻ വേണ്ടിയാണ്. ദുശാസനൻ പാഞ്ചാലി വിരട്ടി നോക്കി, ഒരുതപ്പെട്ട വെട്ടൊന്നും പറ്റിയില്ല. ദുശാസനൻ കയറി പാഞ്ചാലിയുടെ തലമുടി കയറി പിടിച്ചു. പിന്നെ പാഞ്ചാലി കീഴടങ്ങിപ്പോയി. അപ്പോൾ അനുസരണമില്ലാത്ത ഭാര്യയെ അനുസരിപ്പിക്കാൻ വേണ്ടി പുരുഷൻ ബോധപൂർവ്വം ഉണ്ടാക്കിയൊരു കള്ളമാണ്, നിൻ്റെ തലമുടി നീട്ടി വളർത്തിയാൽ നിനക്ക് സൗന്ദര്യം ഉണ്ടാവുമെന്ന്. എണ്ണക്കം നീലബൃങ്കാതി എണ്ണയ്ക്കൊക്കെ നല്ല സെയിൽസാണ്. എനിക്കാണ് ഈ കുന്തം 21 ദിവസം വളർന്നാൽ പിന്നെ എൻ്റെയൊക്കെ അപ്പോഴേ പനി വരും. 3 ആഴ്ച കൊടുക്കുമ്പോൾ തലമുടി വെട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച പല പ്രാർത്ഥന ഈശോ ഇതിൽ കേൾക്കാത്തൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ തലയും വളരുന്ന ഈ മുഴുവൻ തലമുടി എൻ്റെ ഭാര്യയുടെ തലയില്ലെങ്കിൽ വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു നോക്കി. ഒരു രക്ഷയില്ല, ഇതൊരു രക്ഷയില്ല. അപ്പോൾ ഈ തലമുടി സ്ത്രീകൾക്ക് ദുരിതം ഉണ്ടാക്കുന്ന ഒന്നാണ്, വേസ്റ്റ് പ്രൊഡക്റ്റാണ് എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. പ്രവാചകൻ ഒറ്റ ഉത്തരവിട്ടു, സ്ത്രീകൾക്ക് അവരുടെ തല മറയ്ക്കാൻ. തുണി കൊണ്ട് തല അങ്ങ് മറച്ചു. അപ്പോൾ മരുഭൂമി കൂടെ നടന്നു പോകുമ്പോൾ ഈ മണൽക്കാറ്റിൽ വന്ന മണി തലമുടി കയറി. പിന്നെ 2 മണിക്കൂറും തലമുടി ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് സ്ത്രീകൾ ഒഴിവായി. കേശാലങ്കാരത്തിന് സ്ത്രീകൾ പണം ചെലവാക്കേണ്ട ആവശ്യമില്ല. കാർകൂന്തലിനെ വിവരിക്കാത്ത കവികൾ ലോകസാഹിത്യത്തിൽ എവിടെയുണ്ടോ? അറബി ഭാഷയിൽ കാർകൂന്തലിനെ വിവരിക്കുന്ന ഒരു കവിയില്ല. കാര്യം കാർകൂന്തലില്ല. കാർകൂന്തൽ മറക്കപ്പെട്ടു. പ്രവാചകൻ്റെ അത്ഭുതകരമായ വിപ്ലവം. ലോകത്തെവിടെയും പെൺകുട്ടികൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൻ സ്വത്ത് വീതിക്കുമ്പം അമ്മക്കൊക്കെ മാത്രമുള്ളതായിരുന്നു സ്വത്ത്. പരിശുദ്ധ പ്രവാചകൻ നിയമം ഉണ്ടാക്കി. ആൺകുട്ടികൾക്ക് എത്ര സ്വത്ത് കിട്ടുമോ അതിൻ്റെ പകുതി പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, പകുതിയല്ലേ കൊടുത്തുള്ളൂ എന്ന്. പക്ഷേ അന്ന് വരെ ലോകത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശമേ ഇല്ല. പ്രവാചകൻ പെൺകുട്ടികൾക്ക് പകുതി സ്വത്ത് കൊടുക്കാൻ പോകും. പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ പരിപാടി കാണിച്ചു. ലോകമെങ്ങും കല്യാണം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലോട്ട് സ്ഥിരം പോയി. പ്രവാചകൻ പറഞ്ഞു, അന്തപ്പണിയിൽ നടക്കില്ല. പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ പുരുഷൻ അങ്ങോട്ട് മോഹർ കൊടുത്തിട്ട് കല്യാണം കഴിച്ചോണം. മോഹർ കൊടുത്തിട്ട് കഴിയണം. ലോകത്തെല്ലായിടത്തും സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലോട്ട് പണം പോയി. അറബി ദേശത്ത് കല്യാണം കഴിക്കുമ്പം പുരുഷൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീയുടെ വീട്ടിലോട്ട് പണം പോയി. അപ്പോൾ സ്വത്ത് വീതം പകുതി സ്വത്തപ്പൻ്റെ നിന്ന് കിട്ടും. കല്യാണം കഴിക്കുമ്പോൾ മൊഹറും കൂടെ കിട്ടും. ഇത് രണ്ടും കൂടെ കിട്ടുമ്പം ആൺകുട്ടിയൊക്കെ കൂടുതൽ സ്വത്ത് പെൺകുട്ടിക്കായി. വിപ്ലവകരമായ മാറ്റമാണ്. കേരളത്തിൽ മാത്രം പ്രവാചകനേക്കാൾ ബുദ്ധിയുള്ള ചില മുസ്ലിമുണ്ട്. അങ്ങോട്ട് 1 ലക്ഷം രൂപ മൊഹർ കൊടുക്കും, ഇങ്ങോട്ട് 5 ലക്ഷം രൂപ സ്ത്രീധനമായി. ഇത്രയും ബുദ്ധി മുസ്ലിമിനുണ്ടാവുന്ന പ്രവാചകൻ അന്ന് മനസ്സിലായില്ല. എങ്കിൽ അദ്ദേഹം അതിന് ബ്ലോക്ക് ഇട്ടേനാണ് വരുന്നത്. തന്നെയുമല്ല, ലോകമെങ്ങും സ്ത്രീ ജന്മം പാപജന്മമായിരുന്നു. പ്രവാചകൻ ഉത്തരവിട്ടു, ഒരു പെൺകുട്ടിയെ വളർത്തി നല്ല കന്യകയാക്കി ഒരു പുരുഷനെ ഏൽപ്പിച്ചാൽ സ്വർഗം കിട്ടുന്ന പുണ്യമാണ്. അപ്പനമ്മയ്ക്ക് സ്വർഗം കിട്ടും. ഞാനെൻ്റെ ഭാര്യയെ വിളിച്ചൊരിക്കൽ ഖുർആൻ തുറന്ന് വായിച്ച് കേൾപ്പിച്ചു. നമ്മൾ രണ്ടുപേരും സ്വർഗത്തിൽ പോകും. ഭാര്യ ചോദിച്ചു, അതെങ്ങനെയാണ്? അല്ല, നമുക്ക് 3 പെൺമക്കളല്ലായിരുന്നോ? നമ്മൾ 3 മക്കളെയും വളർത്തി നല്ല നല്ല കല്യാണം കഴിച്ച് അയപ്പിച്ചില്ലേ? കൊണ്ട് പരിസര പ്രവാചകൻ പറഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്ന സ്വർഗം കിട്ടുമെന്ന്. അപ്പോൾ ഭാര്യ ചിരിയോടെ ചിരി. പക്ഷേ സ്ത്രീ ജന്മം പുണ്യജന്മമാണെന്നും ഒരു പെൺകുട്ടിയെ വളർത്തി നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അത് സ്വർഗം കിട്ടുന്നതാണെന്നും ലോകത്തിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരിസര പ്രവാചകനല്ലാതെ പ്രവാചകനല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. സ്ത്രീ ജന്മം പുണ്യജന്മമാക്കി അവൾക്ക് മോഹർ കിട്ടുന്ന സിസ്റ്റം ഉണ്ടാക്കി. ലോകത്ത് മറ്റൊരു സ്ഥലത്ത് പിതൃസ്വത്തവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ എന്തെന്നറിയാമോ? ഒരു മകൻ
അമ്മ വളർത്തിയൊരു മകൻ മരിച്ചാൽ പിന്നെ ആ അമ്മയുണ്ടല്ലോ മരുമോടെ ദാസിയാണ് ലോകം മുഴുവൻ. പ്രവാചകൻ പറഞ്ഞു, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മകൻ മരിച്ചാൽ ആ മകൻ്റെ സ്വത്തിൻ്റെ 6 അമ്മയ്ക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ മകൻ മരിച്ചാൽ അമ്മ മരുമോടെ ദാസിയല്ല, ആ മോൻ്റെ സ്വത്തിന് 6 കൈ കിട്ടും. അതുപയോഗിച്ച് ആ അമ്മയ്ക്ക് ശിഷ്ടകാലം ജീവിതമായി നയിക്കാം. മറ്റ് സമൂഹങ്ങളിൽ പിതൃസ്വത്തവകാശം ഉണ്ടായിരുന്നു. പ്രവാചകൻ എന്ത് ചെയ്തു? പിതൃസ്വത്തവകാശം, മാതൃസ്വത്തവകാശം, പുത്രസ്വത്തവകാശം. ലോകത്ത് വേറൊരിടത്തുമില്ല, പ്രവാചകൻ കൊടുത്താണ് പുത്രസ്വത്തവകാശം. തന്നെയല്ല, സ്വത്ത് വീതിക്കേണ്ടത് എങ്ങനെയെന്ന് വിശാലമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു തർക്കം ഉണ്ടാകത്തില്ലാണ് സ്വത്ത് വിഭജിക്കുക എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധേയമായി അമ്മമാരെ രക്ഷിച്ചു, പെൺകുട്ടികളെ രക്ഷിച്ചു, പെൺമക്കളെ വളർത്തുന്ന അച്ഛനമ്മയ്ക്കും സ്വർഗം കൊടുത്തു വാഗ്ദാനം ചെയ്തു. ലോകമെങ്ങും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മരിച്ചാൽ ആ വിധവ സ്ത്രീ ശപിക്കപ്പെട്ടവളാണ്. വേദപുസ്തകത്തിൽ പറയുന്നു, വിധവ സ്ത്രീകൾ റോഡിലിറങ്ങാൻ പാടില്ല, വിധവ സ്ത്രീകൾ പുരുഷന്മാരുടെ സ്ഥലത്ത് പോകാൻ പാടില്ല. പുരോഹിതൻ ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു വിധവ സ്ത്രീയെ കണ്ടാൽ പിന്നെ അവൻ ജെറുസലേം ദേവാലയത്തിൽ പൂജ ചെയ്യാനൊക്കെ ഇല്ല. വിധവ സ്ത്രീ ശപിക്കപ്പെട്ടവളാണ്. ഇന്ത്യയിൽ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിലോട്ട് ആ സ്ത്രീ എടുത്ത് ചാടണം, തീ വെന്ത് ചാവണം. അന്ന് സൈനയോടൊന്നും ഇല്ല ഉണ്ടായിരുന്നു, അത് പിന്നെ സ്ത്രീകൾ രക്ഷോട്ട് തന്നെയായിരുന്നു. തീക്കഥ ചാടി വെന്ത് ചാവണം. ഇനി ഭാര്യ ചാടിയില്ലേലോ, പുരുഷന്മാർ വന്ന് പിടിച്ച് വലിച്ചഴിച്ച് തീക്കത്തോടിടും. ഭർത്താവും ഭാര്യയും ചത്തു കഴിയുമ്പം മക്കൾ അനാഥരായി. അവരുടെ സ്വത്ത് അപ്പൻ്റെ സഹോദരങ്ങളെ പിടിച്ചെടുത്തോണ്ടെങ്കിൽ പോകും. പിള്ളേർ അനാഥം. പരിശുദ്ധ പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ? വിധവ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്തു. അതിൻ്റെ ഭാഗമായി പ്രവാചകൻ 8 വിവാഹം കഴിച്ചപ്പോൾ 7 പേരും വിധവകളായിരുന്നു. ആദ്യ ഭാര്യ ഖദീജ 2 തവണ വിവാഹം കഴിച്ച് 2 ഭർത്താക്കന്മാർ മരിച്ച ഒരു സ്ത്രീയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ അവളെ അടുക്കുകയൊരു മനുഷ്യൻ. 2 ഭർത്താവ് മരിച്ച സ്ത്രീയെ ഇന്ത്യയിലായാലും കല്യാണം കഴിക്കുമോ? ചൊവ്വാദോഷമുള്ള സ്ത്രീ എന്ന് പറയത്തില്ല അപ്പോഴേ. പക്ഷേ 2 ഭർത്താക്കന്മാർ മരിച്ച വിധവയെ പ്രവാചകൻ വിവാഹം കഴിച്ചു. പിന്നെ വിവാഹം കഴിച്ചാൽ ഐഷ ഒഴിച്ച് ബാക്കി 7 പേരും വിധവ സ്ത്രീകളായിരുന്നു. 68 വയസ്സോ 58 വയസ്സുള്ള സ്ത്രീ വിവാഹം കഴിക്കുന്നത് മറ്റാവശ്യത്തിനല്ലല്ലോ, വിധവയ്ക്കൊരു സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയാണ്. വിധവ സ്ത്രീകൾക്ക് പ്രവാചകൻ സ്റ്റാറ്റസ് കൊടുത്തു. പക്ഷേ ബദർ യുദ്ധവും ഉഹൂദ് യുദ്ധവും കണ്ടക് യുദ്ധം കഴിഞ്ഞോടുകൂടി ഖുറൈശികളുടെ കൂടെ മുസ്ലിങ്ങളുടെ ഇടയിൽ പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു, സ്ത്രീകളുടെ എണ്ണം കൂടുതൽ. ഇനി ഉള്ള പുരുഷന്മാർക്ക് തന്നെ ലൈംഗിക വീഴ്ചയ്ക്ക് കഴിവില്ലാത്ത ഇമ്പോർട്ടൻ്റായ പുരുഷൻ കല്യാണം കഴിക്കാൻ പറ്റിയല്ലോ. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കല്യാണം കഴിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് പെൺകുട്ടികൾ ജനിച്ചാൽ പെൺകുട്ടിയും കൊണ്ട് നേരെ കൊണ്ടുപോയി മരുഭൂമി മണ്ണം കൊണ്ട് മാറ്റി ജീവനോടൊന്ന് കുഴിച്ചിട്ട് കൊല്ലും. പ്രവാചകന് മനസ്സിലായി ഇത് ശരിയല്ല. പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷന് 4 സ്ത്രീകളെ ഒരു വിവാഹം കഴിക്കാം. 5 കണ്ടീഷനുണ്ട്, വെറുതെ അല്ല, 5 കണ്ടീഷൻ പാലിച്ചിരിക്കണം. പക്ഷേ പരിശുദ്ധ ഖുർആൻ്റെ 4-ാമത്തെ സൂറത്തിൻ്റെ 4-ാമത്തെ ശ്ലോകത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഏക ഭാര്യയാണ് ഉത്തമം. 4 പേരെ കെട്ടാം, പക്ഷേ ഏക ഭാര്യയാണ് ഉത്തമം. അതുകൊണ്ട് എന്തുപറ്റി? അവിവാഹിതരായ സ്ത്രീകൾ നിൽക്കുന്നൊരവസ്ഥ ഇസ്ലാമിലുണ്ടായില്ല. പ്രവാചകൻ അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം തന്നെ കേരളത്തിൽ നോക്കിയേ, കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1072 സ്ത്രീകളാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളും 1000 പുരുഷന്മാർ 1000 സ്ത്രീകളെ കല്യാണം കഴിച്ചു. ബാക്കി 72 പേർ എന്ത് ചെയ്യും? ബാക്കി 72 പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരില്ല. അതുകൊണ്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പെൺകുട്ടികളുടെ വിവാഹപ്രായം 22ആയി, 24ആയി, 26ആയി, ഇപ്പോൾ 28. പരിഹാരമുണ്ടോ? ഇല്ല. അങ്ങനെ 28 വയസ്സിലെ കല്യാണമൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഒരു സ്മാർട്ടായ മുസ്ലിം പയ്യൻ വന്ന് ഐ ലവ് യു എന്ന് പറയുന്നത്. അവൾ അവൻ്റെ കൂടെ പോകും. അതിന് ലവ് ജിഹാദ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? 1000 പുരുഷന്മാർക്ക് 1072 സ്ത്രീയാവും, ബാക്കി 72 സ്ത്രീകളെ കല്യാണം കഴിപ്പിക്കാൻ എന്തൊരു പ്രൊവിഷൻ വേണ്ടേ? പക്ഷേ ഇസ്ലാമിൽ എന്ത് പറ്റി? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷന് 4 സ്ത്രീകൾ വരാവാം. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത മുസ്ലിങ്ങൾക്ക് 4 പേര് വിവാഹം കഴിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ലൈംഗിക വീഴ്ച ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് വിവാഹം കഴിക്കാത്തവരും തനസ്സുകൊണ്ട് വിവാഹം കഴിക്കാത്ത പുരുഷന്മാരും മാറ്റി നിർത്തിയാലും
കേരളത്തിലെ 1072 മുസ്ലിം കുട്ടികൾക്കും ഭർത്താക്കന്മാരെ കിട്ടി ഈ നിയമം കാരണം. ഇത് അത്ഭുതകരമായൊരു നിയമസംഹിതയാണ് ഇസ്ലാമിലെ എല്ലാ പെൺകുട്ടി. അതുകൊണ്ട് എന്ത് പറ്റി? കേരളത്തിൽ ഇപ്പോഴും മുസ്ലിം പെൺകുട്ടി വിവാഹപ്രായം 18ആയിരുന്നു. ഇപ്പം കേന്ദ്രം നിയമം കൊണ്ടുവന്ന് 21ആയി. എല്ലാ പെൺകുട്ടികൾക്കും ഭർത്താക്കന്മാരെ കിട്ടി. പ്രവാചകനിങ്ങനെ സ്ത്രീകളെ രക്ഷിച്ച സംഭവം പറഞ്ഞാലുണ്ടല്ലോ എത്ര സമയം പറയാമെന്നറിയാമോ? ഞാൻ ഉദാഹരണത്തിന് 6 എണ്ണം പറഞ്ഞാണ്. ഇത് ശ്രദ്ധേയമായി സ്ത്രീ സംരക്ഷണം നടത്തിയ, വിമൻ ലിബറേഷൻ നടത്തിയ അത്ഭുതകരമായ ഒന്നായിരുന്നു പ്രവാചകൻ്റെ ജീവിതചര്യ എന്ന് പറയുന്നു. 6ാമതായി പ്രവാചകൻ ആരാധനാ സമ്പ്രദായത്തെ മാറ്റി. പ്രവാചകൻ ജനിച്ചു വളർന്ന സമൂഹത്തിൽ പണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആൺകുട്ടികളെ ബലി കൊടുക്കണം. വേദപുസ്തകത്തിൽ യഹൂദന്മാർ അബ്രാം എന്നും ക്രിസ്ത്യാനികൾ ഏബ്രഹാം എന്നും മുസ്ലിങ്ങൾ ഇബ്രാഹിം എന്നും വിളിക്കുന്ന പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന് തോന്നി ദൈവം സന്തോഷിക്കണമെങ്കിൽ എൻ്റെ മോനെ അങ്ങ് ബലി കൊടുക്കണം. അങ്ങനെ മോനെ ബലി കൊടുക്കാൻ വേണ്ടി മോറിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ഇസാഹാക്കിനെ കൊണ്ടുപോയിന്ന് വേദപുസ്തകം, ഇഷ്മായിലിനെ കൊണ്ടുപോയിന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെ വെച്ച് ദൈവം ഇടപെട്ടു. മകനെ രക്ഷിച്ചിട്ട് കുറേ ആടിനെ കുരുകി കിടന്നു, അതിനെ ബലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമുക്കൊക്കെ നല്ല മട്ടൻ കറി കിട്ടാനുള്ള പരിപാടി ഒപ്പിച്ച് ഈ ആടിനെ തന്നത് കാരണം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യനെ കൊന്നാൽ ഒരു ദൈവവും സന്തോഷിക്കില്ല. എന്നാൽ ഗ്രീക്കുകാരുടെയിലോ അവിടെ പെൺകുട്ടിയെ ബലി കൊടുത്തില്ല ദൈവം സന്തോഷിക്കില്ല, ആൺകുട്ടിയെ ദൈവം സന്തോഷിക്കില്ല. ഇലിയഡ് യുദ്ധം തുടങ്ങാൻ പോവാണ്. 1000 കപ്പലെടുത്ത് സൈന്യം കയറി ഇരിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ വന്നിട്ട് അഗാമനോട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, യുദ്ധം ജയിക്കണമെങ്കിൽ 12 വയസ്സിൽ താഴെ പെൺകുട്ടിയെ നിങ്ങൾ ബലി കൊടുക്കണം. രാജാവ് പ്രഖ്യാപിച്ചു, 12 വയസ്സിൽ താഴെ പെൺകുട്ടിയെ ആരെങ്കിലും ബലി കൊടുക്കാൻ തന്നാൽ 1000 സ്വർണ്ണ നാണയം തരുന്നതാണ്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയ്ക്ക് 5 കോടി രൂപ കിട്ടും. പക്ഷെ ഒരു പെറ്റമ്മയും മകളെ ബലി കൊടുക്കാൻ കൊടുത്തില്ല. യുദ്ധം ചെയ്യിക്കണ്ടേ, 1000 കപ്പൽ സൈന്യം കയറിയിരിക്കല്ലേ. രാജാവ് വൈകിട്ട് വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഇഫീജീനിയ, ഹൈഡ്രയ്ക്ക് 12 വയസ്സേ ഉള്ളൂ. അവൾക്കേതോ മുട്ടായി കൊടുത്ത് മുറ്റത്തോട്ടിറക്കി പൊക്കിയെടുത്തിട്ടങ്ങ് പോയി ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് കഴുത്തറത്തങ്ങ് കൊന്നു. അഗമനോൻ യുദ്ധത്തിന് പോയി, 10 യുദ്ധം ജയിച്ചു, തിരിച്ചു വന്നു. അന്ന് രാത്രിയിൽ ഭാര്യ ക്ലിറ്റനെസ്ട്ര ഒരു മഴു കരുതി വെച്ചിരുന്നു. ഉറങ്ങാൻ കിടന്ന അഗമനോട് കഴുത്തങ്ങ് വെട്ടി. നീ എൻ്റെ മോളെ കൊല്ലുമല്ലോടാ, നിന്നെ ശരിയാക്കും. ഒറ്റവെട്ടിന് അഗമനോൻ രാജാവിനെ ഭാര്യ ക്ലിറ്റനെസ്ട്ര കൊന്നു. അമേരിക്ക ചെന്നാൽ അവിടുത്തെ അസ്റ്റക്സ്, ഇങ്കാസ്, മായാസ് അവരുടെയൊക്കെ ബലിപീഠങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ചുറ്റും കിട്ടുന്നത് 100-200 പെൺകുട്ടികളുടെ അസ്ഥിവഞ്ചരാണ്. കാര്യം ദൈവം സന്തോഷിക്കണമെങ്കിൽ പെൺകുട്ടികളെ ബലി കൊടുക്കണം. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ആൺകുട്ടിയും ബലി കൊടുക്കണ്ട, പെൺകുട്ടിയും ബലി കൊടുക്കണ്ട, ഒരു നരബലിയും പാടില്ല. അതിനു മുമ്പ് അത് പറഞ്ഞത് ബുദ്ധഭഗവാനാണ്. ഇന്ത്യയിൽ ഒരു നരബലിയും വേണ്ട, ഒരു നരബലിയും. നരബലി നിന്ന സ്ഥലങ്ങളിൽ മൃഗബലിയായിരുന്നു. പശുവിനെ ബലി കൊടുക്കുക, ആടിനെ ബലി കൊടുക്കുക. അശ്വമേധം കഴിഞ്ഞാൽ ആ അശ്വമേധത്തിന് പോയ കുതിര ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാലിങ്ങയും കെട്ടി അതിനെ കഴുത്തറത്ത് കൊല്ലും. അമേരിക്കയിലെ പ്യൂമ എന്ന് പറയുന്ന സിംഹത്തിൻ്റെ ഇനത്തിനെയാണ് ബലി കൊടുക്കുന്നത്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഒരു മൃഗത്തെയും കൊല്ലണ്ട, അതിൻ്റെ ചോര ഒഴിപ്പിക്കണ്ട. നരബലിയും മൃഗബലിയും കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത പ്രവാചകൻ. പിന്നെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ വിഗ്രഹം വേണം, ദൈവത്തിൻ്റെ പ്രതിരൂപം ഉണ്ടാക്കണം. ആദ്യം വെറും പ്രതിരൂപങ്ങളായിരുന്നു. പിന്നെന്ത് പറ്റിയെന്നറിയാമോ? എന്തുകൊണ്ടോ ഈ സ്ത്രീകൾക്കും ദൈവങ്ങൾക്കും സ്വർണം വലിയ ഇഷ്ടമാണ്, വിലക്കൂടി സാധനം. സ്ത്രീകൾക്ക് ഇഷ്ടമാണ്, ദൈവങ്ങൾക്ക് ഇഷ്ടമാണ്. അതുപയോഗിച്ച് വിഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങി. കോടിക്കണക്കിന് രൂപയുടെ ചിലവ്. പ്രവാചകൻ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഗ്രഹവും വേണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തിനാണ് വിഗ്രഹം? നിങ്ങൾ എവിടെ മുട്ടുകുത്തിയാലും ഈശ്വരൻ, അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം നമ്മെ സന്തോഷിപ്പിക്കുന്ന രംഗമുണ്ട്. ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ വാങ്ക് വിളിക്കും. വാങ്ക് വിളിച്ചാൽ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ
അവൻ ചാടി എഴുന്നേറ്റ് വന്ന് തോർത്തങ്ങോട്ട് വിരിക്കുക. ഈ സീറ്റുകളടക്കമുള്ള നടന്നു വന്ന വഴിയിലോട്ട് വിരിച്ചിട്ട് അവനങ്ങ് നിസ്കരിക്കും. മറ്റു മതക്കാർക്ക് ഈ പരസ്യം ആരാധിക്കുക ഇച്ചിരി വൈക്ലഭ്യമുണ്ട്. മുസ്ലിമിനതില്ല. ഓടുന്ന ട്രെയിനിലും വന്ന് നിസ്കരിക്കും. മുസ്ലിം പള്ളി ഒരു ഹോളാണ്, അതിനകത്ത് നിസ്കരിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഇത് ഗംഭീരമായൊരു വിപ്ലവമായിരുന്നു. മനുഷ്യരെ കൊല്ലണ്ട, മൃഗങ്ങളെ കൊല്ലണ്ട, രക്തമൊഴുക്കണ്ട, ഒരു വിഗ്രഹവും വേണ്ട, സിമ്പിളായ പ്രാർത്ഥന പ്രവാചകൻ ലോകത്തിന് കൊടുത്ത അത്ഭുതമാണ്. ഇനി അത് പ്രാർത്ഥിക്കാൻ നേരം ശ്രദ്ധേയമായി പ്രവാചകൻ അതിൻ്റെ സമയം ഫിക്സ് ചെയ്തു. വളരെ സയൻറ്റിഫിക്കാണ്. നേരം വെളുക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് കമ്പൽസറി അല്ലാത്തൊരു നിസ്കാരം. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. സൂര്യനുദിച്ചു, സൂര്യനെ കാണാൻ പോയി സൂര്യരശ്മികൾ കാണാം, 1ാമത്തെ നിസ്കാരം. 2, ഒരു വടി നാട്ടിയാൽ ആ വടിക്ക് നിഴലില്ലാതാവുന്ന അവസ്ഥ. വടിയുടെ നേരെ മുകളിൽ സൂര്യനെത്തും. എക്സാക്ട് 12 o'clock. ഹിന്ദുമത വിശ്വാസപ്രകാരം രാഹൂർ ദശ പോലും ആ സമയത്ത് ഏക്കുകയില്ല. രാഹൂർ പോലും ഏക്കാത്ത സമയമാണ്. അവിടെ 2ാമത്തെ നിസ്കാരം. 3ാമത്തെ ഒരു വടി നാട്ടിയാൽ വടിയുടെ നീളവും നിഴലിൻ്റെ നീളവും ഈക്വലാവുമ്പോൾ അടുത്ത പ്രാർത്ഥന. 45 ഡിഗ്രി ആംഗിൾ സൂര്യരശ്മി വരുമ്പം അടുത്ത നിസ്കാരം. 4ാമത്തത് സൂര്യൻ അസ്തമിച്ചു, സൂര്യനെ കാണാൻ പോയ സൂര്യരശ്മികൾ കാണാം, 4ാമത്തെ നിസ്കാരം. 5ാമത്തെ ചന്ദ്രൻ ഉദിച്ചു, ചന്ദ്രരശ്മികൾ കൊണ്ട് വടിയുടെ നീളവും നിഴലിൻ്റെ നീളവും ഈക്വലാവുമ്പം 5ാമത്തെ നിസ്കാരം. ഈ നിസ്കാരങ്ങൾ പലതും ഹിന്ദുമതത്തിനും ക്രിസ്തുമതത്തിനും ഉള്ളതാണ്. ഹിന്ദുമതത്തിൽ ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേ, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്ന പോലെയാണ് മുസ്ലിങ്ങളുടെ കമ്പൽസറി അല്ലാത്ത നിസ്കാരം. 2, ഉഷസ്സിൻ്റെ നിസ്കാരം. ഹിന്ദുക്കൾ സൂര്യൻ ഉദിച്ചു, സൂര്യരശ്മികൾ കാണാൻ, സൂര്യനെ കാണാൻ വയ്യ. ക്രിസ്ത്യാനികൾക്ക് പ്രഭാത നമസ്കാരം. ആ സമയത്ത് മുസ്ലിങ്ങളുടെ ആദ്യത്തെ കമ്പൽസറി നിസ്കാരം. 12 മണിക്ക് സമയത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പ്രാർത്ഥിക്കും. 6 മണിക്ക് പ്രദോഷം, സന്ധ്യാ നമസ്കാരം. സൂര്യൻ അസ്തമിച്ച് സൂര്യനെ കാണാൻ സൂര്യരശ്മികൾ കാണാം. പക്ഷേ ഈ സമയം ഫിക്സ് ചെയ്തതിനകത്ത് അത്ഭുതകരമായൊരു മെഡിക്കൽ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ ശരീരത്തിന് 7 ബയോളജിക്കൽ സൈക്കിളാണ്. അതിലെ മിഡ് നൈറ്റ് സൈക്കിളിൽ മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. ബാക്കി 6 ബയോളജിക്കൽ സൈക്കിൾ ടേൺ ചെയ്യുന്ന സമയത്താണ് പരിശുദ്ധ പ്രവാചകൻ പ്രാർത്ഥന ഫിക്സ് ചെയ്തത്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ശരീരത്തിന് വലിയ ആരോഗ്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സമയമാണ്. അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നീക്കങ്ങൾക്കനുസരിച്ച് അസ്ട്രോണമി പഠിച്ചിട്ടില്ലാത്തൊരു പ്രവാചകൻ അസ്ട്രോണമിക്കൽ പ്രിൻസിപ്പിളിലാണ് പ്രാർത്ഥന ഫിക്സ് ചെയ്തത്. മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം ഉണ്ടാകേണ്ട ഒരു സമയം, കൃത്യമായ നിസ്കാരം. ഇനി നിസ്കരിക്കുമ്പോൾ ചില മതങ്ങൾ കൈകൂപ്പി നിസ്കരിക്കും, ചില മതങ്ങൾ ഇരുന്നുകൊണ്ട് ചെയ്യും. പക്ഷേ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ മുട്ടുകുത്തി തല കൊണ്ട് താത്ത് തറയിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? 1, ശരീരത്തിലെ എല്ലാ സന്ധിബന്ധങ്ങൾക്കും വ്യായാമം കിട്ടും. 2, മനുഷ്യൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിന് അത്ഭുതം സംഭവിക്കാം. നമ്മളിങ്ങനെ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഹൃദയം ഇടിക്കുന്ന ഓക്സിജനുള്ള ബ്ലഡ് നേരെ താപ്പോട്ട് പോകും. ശരീരത്തിൻ്റെ താഴെ ലെവലൊക്കെ കറങ്ങിയിട്ട് ഗുരുത്വാകർഷണത്തിനെതിരെ രക്തം വന്നെങ്കിൽ തലച്ചോറ് രക്തം കിട്ടും. പക്ഷേ മുസ്ലിം നിസ്കരിക്കുമ്പോൾ തലച്ചോറ് താഴെയും ഹൃദയം മേളിലാണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന ഓക്സിജനുള്ള രക്തം നേരെ തലച്ചോറ് കിട്ടും. ശരിക്കും നിസ്കരിച്ചാൽ ആ മുസ്ലിമിൻ്റെ തലച്ചോറിന് നല്ല ബുദ്ധിശക്തിയായിരിക്കും. ശ്രദ്ധേയമായ പ്രാർത്ഥനാ സിസ്റ്റമാണ് പ്രവാചകൻ ഉണ്ടാക്കിയത്. നോമ്പ് വന്നു. മറ്റു മതങ്ങളിൽ ഉപവാസമാണ്. എന്ന് പറഞ്ഞാൽ ലെസ്സർ ലൈഫ്, പൂർണ്ണതയില്ലാത്ത ജീവിതം. പക്ഷേ പ്രവാചകൻ അതിന് എന്ത് ചെയ്യുന്നറിയാമോ? നോമ്പാക്കി മാറ്റി. നോമ്പെന്ന വാക്കിന് ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയയിൽ 3 അർത്ഥമാണ് പറയുന്നു. 1, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലഘട്ടം. 2, മുറിവുകൾ ഉണങ്ങുന്ന കാലഘട്ടം. 3, വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന കാലഘട്ടം. ഏതായാലും നോയമ്പ് അർത്ഥസമ്പുഷ്ടമാണ്. അങ്ങനെ നോമ്പ് നോക്കുമ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത്, മീൻ തിന്നരുത്, മുട്ട തിന്നരുതെന്നൊക്കെ. പ്രവാചകൻ നിങ്ങളെന്ത് ഭക്ഷിക്കുന്നതല്ല പ്രധാനം, സൂര്യനുദിച്ച് സൂര്യാസ്തമനം വരെ നിങ്ങൾ ഒരാഹാരവുമില്ലാതെ നിൽക്കുക. മനസ്സിനെ നിയന്ത്രിച്ച്, ശരീരത്തെ നിയന്ത്രിച്ച്,
നിങ്ങൾ കഴിച്ചു കൂട്ടുക. അപ്പോൾ 12 മണിക്കൂർ മനുഷ്യൻ പട്ടിണി ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് അമേരിക്കയിലെ നാസയിലെ ശൂന്യാകാശ ഗവേഷണം നടത്തിയവരാണ് കണ്ടെത്തിയത്. ശൂന്യാകാശത്ത് റോക്കറ്റിൽ പോകുമ്പോൾ ആഹാരം വാഴ്ത്തിടാൻ പറ്റത്തില്ല. അവിടെ ഗ്രാവിറ്റി ഇല്ല, എല്ലാം ഇങ്ങനെ ഒഴുകി നടക്കും. അതുകൊണ്ട് ആഹാരം ഒരു ട്യൂബിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി വായിക്കകത്തോട്ട് കയറ്റി കഴിക്കണം. ഈ യന്ത്രം കേടായാൽ എന്ത് സംഭവിക്കും? അവർ ഗവേഷണം നടത്തി. അപ്പോഴാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് 11.5 മണിക്കൂർ കഴിയുമ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് ആയ പെരിറ്റോണിയം, അതിൽ മൈക്രോസ്കോപ്പിക് ഫ്രാക്ചർ വീഴും. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഒരു എൻസൈം കുടലിലേക്ക് ഊർന്ന് നടക്കും. അത് ശരീരം വലിച്ചെടുത്താൽ ശരീരത്തിന് അപാരമായ ശക്തിയാണ്. മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം നമ്മൾ ഉണ്ടാക്കിയൊരു പ്രതിരോധ സിദ്ധാന്തമാണ്. അപ്പോൾ ശരിക്ക് 12 മണിക്കൂർ മുസ്ലിം നോമ്പ് നോക്കിയാൽ ആ നോമ്പ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആ മനുഷ്യൻ അപാര ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയുള്ളൊരു മനുഷ്യനായി മാറുകയാണ്. അവിടെയാണ് ആ നോമ്പിൻ്റെ അത്ഭുതം പ്രവാചകൻ കാണിച്ചു വെച്ചത്. ഇനി പ്രവാചകൻ ഉണ്ടാക്കിയത് വളരെ പ്രസിദ്ധമായ ഒരു നിയമസംഹിതയാണ്. അത് ആരാധന നടത്തുമ്പോഴുള്ള ശ്രദ്ധയാണ്. നിങ്ങൾ ആരാധനയൊക്കെ നടത്തി ശ്രദ്ധേയമായി നിങ്ങൾ ആരാധനാ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ നോമ്പ് ആചരിച്ച് കഴിഞ്ഞ് റംസാനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആരാധനയിലേക്ക് വരുമ്പോൾ, ഈദ് ആഘോഷിക്കുമ്പോൾ, നിങ്ങൾ ആദ്യം മധുരം കൊണ്ടുപോയി ചുറ്റുമുള്ള ജനങ്ങൾക്ക് കൊടുത്തിട്ട് അവരാ മധുരം കഴിച്ച് കഴിയുമ്പം മുഖത്തൊരു ചിരി വരും. അത് കണ്ടിട്ട് വന്നിട്ട് വേണം നിങ്ങൾ ഈദ് ആഘോഷിക്കാൻ. മറ്റ് മതങ്ങൾ വെടിക്കെട്ട് നടത്തി, ആനയെ കൊണ്ട് ഘോഷയാത്ര നടത്തി, അമേരിക്കയിലെ ജനങ്ങൾ പ്യൂമായി കൊണ്ട് ഘോഷയാത്ര നടത്തി, ഇൽപ്പാക്കായെ കൊണ്ട് ഘോഷയാത്ര നടത്തി. ഘോഷയാത്ര നടത്താനാണെങ്കിൽ പ്രവാചകൻ ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു 500 ഒട്ടകത്തിൻ്റെ 1000 ഒട്ടകത്തിൻ്റെ ഘോഷയാത്ര നടത്താൻ പ്രവാചകന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പ്രവാചകൻ പറഞ്ഞു, ഒരു വെടിക്കെട്ടും വേണ്ട, ഒരു ആന എഴുന്നേൽക്കണ്ട. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ കരിയും കരിമരുന്നും വേണ്ട. പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ മധുരം ഉണ്ടാക്കി അയലോക്കത്തുള്ളവർ കൊണ്ട് കൊടുത്ത് അവൻ്റെ മുഖത്തൊരു ചിരി വിടരണം. എന്നിട്ട് വേണം നീ വന്ന് പ്രാർത്ഥിക്കാൻ. അറബി ഭാഷയിൽ മധുരത്തിൻ്റെ വാക്കാണ് ഹലാവ. അതുകൊണ്ട് ആ ഹലാവ ഹൽവ എന്നൊരു പലഹാരമായി. ഇപ്പോൾ ലോകത്തിലെ അറബി ദേശത്തൊക്കെ ഹൽവ കൊടുത്തയക്കുന്നത് കോഴിക്കോട്ടെ മുസ്ലിങ്ങളാണ്. ഹൽവ ലോകം മുഴുവൻ കയറ്റി അയക്കുന്നത്. ഹൽവ എന്നൊരു പലഹാരം ഉണ്ടായി ഈദ് ആഘോഷിക്കാൻ. ഇസ്ലാം ഇറാനിലും അഫ്ഗാനിസ്ഥാനും വന്നു. അവിടെ മധുരത്തിൻ്റെ വാക്ക് ജിലേബ് എന്നാണ്. അങ്ങനെ ജിലേബി എന്നൊരു പലഹാരം ഉണ്ടായി, ജിലേബി. പക്ഷേ 1953 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു മുസ്ലിങ്ങൾ. മുഹമ്മദ് അലി പാഷ രണ്ടാമൻ പിടിച്ചെടുത്തു. തുർക്കിയിൽ ഇസ്ലാം ചെന്നപ്പോൾ തുർക്കിയിൽ ആളുകൾ പറഞ്ഞു, പഞ്ചാര കിട്ടിയിട്ട് എന്താ കാര്യം, മനുഷ്യനെ വയറ് നിറയണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരാടിനെ കൊന്ന് ആ ഇറച്ചിയും ചോറും കൂടെ ചേർത്ത് ചൂടാക്കി അതിനെ ഒരു വിളിച്ചു ഈദ് അൽ ബിരിയാം. ബിരിയാം എന്ന് പറഞ്ഞാൽ തുർക്കി ഭാഷ സന്തോഷം, ഈദിൻ്റെ സന്തോഷം, ഈദ് അൽ ബിരിയാം. ആ ബിരിയാം ബോംബെയിലത് ബിരിയാണിയായി. അത് കേരളത്തിലിത് മലയാളി അവൻ ഏറ്റവും ഇഷ്ടമുള്ള ആണിയൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ബിരിയാണി എന്നാക്കി മാറ്റിക്കളയും. നല്ലൊരു ബിരിയാണിനെ ബിരിയാണി എന്ന് വിളിക്കാൻ ഈ മലയാളിക്കല്ല വേറെ ആരെ വേണമെങ്കിലും പറ്റുള്ളൂ. ഈദിൻ്റെ സന്തോഷം. മനുഷ്യന് മധുരം മാത്രമല്ല, വയറ് നിറയണം. അങ്ങനെ ഈദ് ആഘോഷിക്കാൻ വേണ്ടി പ്രവാചകൻ നിയമം വെച്ചപ്പോൾ ഹൽവ ഉണ്ടായി, ജിലേബി ഉണ്ടായി, ബിരിയാണി ഉണ്ടായി, എന്തെല്ലാം ആഹാര പദാർത്ഥങ്ങളുണ്ടായെന്നറിയാം. പ്രവാചകൻ പറഞ്ഞു, ഈദ് ആഘോഷിക്കുമ്പം ഒരു മേൽക്കൂരയും പാടില്ല, കോൺക്രീറ്റ് കെട്ടിടത്തിനകത്തൊന്നും ഈദ് ആഘോഷിക്കരുത്. നിങ്ങൾ വെളിമ്പ്രദേശത്ത് വന്ന് ഈദ് ഗാഹിലിരുന്ന് നീയും അള്ളാഹുവും തമ്മിൽ ഒരു ബാരർ ഉണ്ടാവരുത്, ഓപ്പൺ പ്രാർത്ഥന. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി വെളിമ്പ്രദേശത്ത് വന്നു. അവിടെ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. നീ ഈദ് ആഘോഷിക്കുമ്പോൾ നീ ചെരുപ്പ് ഒന്നും ഇട്ടാക്കാൻ പാടില്ല, മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈദ് ആഘോഷിക്കാൻ. നീ മണ്ണാണ്, നീ ആ മണ്ണാണെന്ന് മണ്ണിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈദ് ആഘോഷിക്കാൻ. മുസ്ലിങ്ങൾ വെറും മണ്ണിൽ നിന്ന് ഈദ് ആഘോഷിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഒരു വഴി കൂടി ഈദ് ആഘോഷിക്കാൻ പോയാൽ ആ വഴി കൂടെ തിരിച്ചു വരാൻ പാടില്ല. ഈദ് ആഘോഷിക്കാൻ പോകുന്നതിനല്ല തിരിച്ചു വരുന്നവൻ. യു ആർ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ എ ന്യൂ മാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു വഴി കൂടെ ഈദ് ആഘോഷിക്കാൻ പോയാൽ വേറൊരു വഴി കൂടെ വേണം തിരിച്ച് വീട്ടിൽ വരാൻ. പ്രവാചകൻ 12 നിയമം ഉണ്ടാക്കി. ആ 12 നിയമം ഒന്ന് വായിച്ചു നോക്കിയേ, എത്ര ശാസ്ത്രീയം.
എത്ര ലളിതം, എത്ര ഫിലോസഫിക്കലി സിമ്പിൾ. അവിടെയാണ് പരിസര പ്രവാചകൻ്റെ കഴിവ്. അപ്പോൾ ആരാധനയിൽ പ്രവാചകൻ ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ, അതിലേതാനും ചില ഭാഗം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആറാമതായി പ്രവാചകൻ ലോകത്തിന് ഇത് അത്ഭുതമാണ് ആരാധനയിൽ വരുത്തിയ മാറ്റം എന്നത്, പ്രാർത്ഥനയ്ക്ക് ചെയ്ത മാറ്റം. ഏഴാമതായി പ്രവാചകൻ വളരെ ശ്രദ്ധേയമായ ജീവകാരുണ്യത്തിലേക്ക് കൈവച്ചു. മനുഷ്യൻ്റെ ജീവിതത്തിൽ സമ്പത്തുണ്ടാവും, പക്ഷേ അത് അവൻ മാത്രം അനുഭവിച്ചാൽ അത് സന്തോഷം തരികയില്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വരുമാനത്തിൻ്റെ 2.5% നിങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യേണ്ടതാണ്. ഒരു ദിവസത്തെ കൊടുക്കാൻ പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും വരുമാനം കുറഞ്ഞ ദിവസത്തെ കൊടുത്തളയും. ഒരാഴ്ചത്തെ വരുമാനം കൊടുക്കാൻ പറഞ്ഞാൽ ഏറ്റവും വരുമാനം കുറഞ്ഞ ആഴ്ചത്തത് മനുഷ്യൻ കൊടുക്കും. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ ആദ്യമായിട്ട് ആനുവൽ ഇൻകം ടാക്സ്, ഒരാണ്ടത്തെ ആകെ വരുമാനം അതിൻ്റെ 2.5% പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തേക്കണം. ഈ സക്കാത്ത് ഇസ്ലാമിൻ്റെ 5 പ്രാഥമിക കാര്യങ്ങൾ, അതിലെ 3ാമത്തെ സക്കാത്താണ്. മുസ്ലിങ്ങൾ ഈ സക്കാത്ത് കൊടുക്കുന്നു. അതുകൊണ്ട് പൂർണ്ണ ദരിദ്രരായ ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ കാണില്ല. സക്കാത്ത് അവർ കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ എറണാകുളം പോലീസ് കമ്മീഷണർ. ഇപ്പോൾ ഒരു മട്ടാഞ്ചേരി ഒരു ചെറിയ പ്രശ്നം, ഞാൻ പോലീസിനെ കൊണ്ട് അവിടെ റോഡിൽ പോയി നിന്ന് ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റൊരു കടയാണ്, ഒരു മുസ്ലിം നടന്ന കടയാണ്. കടയിൽ സാധനം വിറ്റ് കഴിഞ്ഞ് പൈസ വരുമ്പോൾ ഇയാളിങ്ങനെ എണ്ണി നോക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ കണക്കെടുത്തിട്ട് മുമ്പിലൊരു പ്ലാസ്റ്റിക് ബക്കറ്റ് ഇടും, അതിനകത്തിട്ട് ഇങ്ങനെ പൈസ ഇടും. കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഭിക്ഷക്കാർ വരും. ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഈ ബക്കറ്റിനകത്ത് കൈയിടും, ഒരു പിടി അങ്ങ് കൊടുക്കും. ഞാനിത് കണ്ട് അമ്പരന്ന് പോയി. അപ്പോൾ വൈകിട്ട് 5 മണിയായപ്പോൾ പ്രശ്നമൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ ഈ കട ചെന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഇസ്ലാമിൻ്റെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. സക്കാത്ത് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ, ഞാൻ സക്കാത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് സാധനം വിറ്റ് കഴിയുമ്പോൾ 500 രൂപ ആണെങ്കിൽ ഞാൻ ഉടൻ തന്നെ അതിൻ്റെ 2.5% നേരെ ഈ ബക്കറ്റിലിടും. അവൻ അത് സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ആളുകൾക്ക് ദാനം കൊടുക്കുമ്പോൾ എന്താ എണ്ണി നോക്കാതെ കൊടുക്കുന്നത്? അതേ, അള്ളാഹു എൻ്റെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരനെ അയച്ചിരിക്കുകയല്ലേ, അവൻ്റെ ഭാഗ്യം എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ നോട്ടൊന്നും എണ്ണത്തില്ല, ഒരു പിടിഞ്ഞിട്ട് വരെ അവൻ്റെ കയ്യിൽ കൊടുക്കുക. ചിലപ്പോൾ 500 രൂപ നോട്ടാക്കി, ചിലപ്പോൾ 100 രൂപ നോട്ട്, ചിലപ്പോൾ 5 രൂപ നോട്ടാക്കി, അത് അവൻ്റെ ഭാഗ്യം പോലെയാണ് കൊടുക്കുക. ഈ സക്കാത്ത് ചെയ്യുന്ന ആ മനുഷ്യനെ ഞാൻ IG ആയി ഒരിക്കൽ മട്ടാഞ്ചേരി പോയി ഒരു മീറ്റിങ്ങിന് പോയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഇയാളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ അയാളുടെ കട മുമ്പ് നിർത്തി. ആർക്കും ചെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ ജീവിതമൊക്കെ? സാർ, എൻ്റെ മൂത്ത മോന് MBBS ഒക്കെ പാസ്സായി, ഇപ്പോൾ ഡോക്ടറാണ്. മോക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിച്ചു. എൻ്റെ മോളെ കൊണ്ടൊരു കോളേജ് ലെക്ചറെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവൻ ഇത്തവണ IAS പരീക്ഷ പാസ്സായി. അവന് ഫോറിൻ സർവീസ് കിട്ടി. അവൻ അംബാസഡർ ആവണമെന്ന് പോയിരിക്കുകയാണ്. 10ാം ക്ലാസ് പോലും പാസ്സാവാത്തൊരു കച്ചവടക്കാരൻ. അദ്ദേഹം സക്കാത്ത് കറക്റ്റ് കൊടുത്തപ്പം അള്ളാഹു ചെയ്ത ഗുണം കണ്ടോ? ആ മനുഷ്യൻ്റെ മക്കളെ എത്തിച്ചൊരു നില. അപ്പോൾ സക്കാത്ത് കൊടുത്ത് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പണം. അള്ളാഹു സന്തോഷിക്കണമെങ്കിൽ വളരെ ഭംഗിയായി പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചു ഈ അത്ഭുത തത്വം എന്ന് പറയുന്നു. 8ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകൻ്റെ ഭരണതന്ത്രജ്ഞതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, അത് അള്ളാഹുവിനെ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ പ്രവാചകൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ 10-1 നിങ്ങൾക്ക് എനിക്ക് പറ്റിയാണ്ടല്ലോ, നമ്മൾ ഒന്നുകിൽ നിരീശ്വരനാവും, ഇല്ലെങ്കിൽ നമ്മൾ അഗ്നോസ്റ്റിക് ആവും, നിഷേധിയായിട്ട് മാറിപ്പോവും. പ്രവാചകൻ ഗർഭത്തിരുന്നപ്പോഴേ അപ്പൻ ചത്തുപോയി, അപ്പനെ കണ്ടിട്ടില്ല. 6 വയസ്സായപ്പോൾ അമ്മയും മരിച്ചുപോയി. 8 വയസ്സായപ്പോൾ മുത്തച്ഛനും മരിച്ചു. അനാഥ ബാല്യം. അദ്ദേഹത്തിന് 7 മക്കളുണ്ടായി. 6 മക്കളുടെ മരണം പ്രവാചകൻ കണ്ടു. ഫാത്തിമ ഒഴിച്ച് ബാക്കി 6 മക്കളുടെയും ശവം സംസ്കരിക്കേണ്ട അവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ പെൺമക്കളിൽ 2 പെൺമക്കൾ ഡൈവോഴ്സായി, വിവാഹമോചനം കാണേണ്ടി വന്നു. പിന്നെ റീമാരി ചെയ്തു. ഒരു മകളെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് കുത്തി താഴെയിട്ട് കൊന്നുകളഞ്ഞു ഹിജ്റ കഴിഞ്ഞപ്പോൾ. അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാർ മരിച്ചു. ഇഷ്ടഭാര്യ ഖദീജ ഉൾപ്പെടെ
2 ഭാര്യമാർ മരിച്ച് 2 ഭാര്യമാരുടെ ശവസംസ്കാരം ചെയ്യേണ്ടി വന്നു. ഇത്രയും ഭയങ്കര സംഭവങ്ങൾ നിങ്ങളുടെ എൻ്റെ ജീവിതത്തിലുണ്ടായാൽ നമ്മളെ ഈശ്വരനെ തള്ളിപ്പറയും. നമ്മളെ ഈശ്വരനെ നിരീശ്വരവാദിയായിട്ടോ അഗ്നോസ്റ്റിക്കായിട്ടോ പറയും. പക്ഷേ പരിശുദ്ധ പ്രവാചകൻ ദൈവത്തെ വിളിച്ചെന്നറിയാമോ? പരമകാരുണികനായ അല്ലാഹു. ഇത്രയും കഷ്ടപ്പാട് സഹിച്ച പ്രവാചകൻ ഈശ്വരനെ വിളിക്കുകയാണ് പരമകാരുണികനായ അല്ലാഹു. ഇവിടെയാണ് ഈശ്വര സങ്കല്പം നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറയുന്ന സംഭവം. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഇസ്ലാമിൻ്റെ വലിയ തത്വങ്ങൾ കൃത്യമായി പഠിച്ച് അത് മനസ്സിലാക്കണം. തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇസ്ലാമിക വിരുദ്ധർ വല്ലാത്ത പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യും. ആ പ്രചരണത്തിലൊന്നും നിങ്ങൾ വീണു പോകരുത്. സത്യമായി പരിശുദ്ധ ഖുർആൻ വായിച്ച് സത്യമായി ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ച് അത് മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിച്ചിട്ടെങ്കിലേ അവനോട് ഭരിക്കാൻ പറ്റും. അതിനുവേണ്ടി ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അവൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കി. അവൻ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരാണ് മാപ്പിള ലഹള എന്ന ലഹള ഉണ്ടാക്കിയത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളൊന്നുമല്ല ഉണ്ടാക്കിയത്, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. ഈ ദുഷ്പ്രചരണത്തിൽ വീഴാതെ മഹത്തായ ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാകണം. പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചെങ്ങനെയാണെന്ന് മനസ്സിലാവണം. പരിശുദ്ധ പ്രവാചകൻ ലോക ചരിത്രം മാറ്റിമറിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാകണം. അമേരിക്കയിലെ പ്രസിദ്ധനായ ചിന്തകൻ മൈക്കൽ ഗേറ്റ്, അദ്ദേഹം ഗ്രേറ്റ് 100 എന്ന പുസ്തകം എഴുതി. ലോക ചരിത്രത്തിലെ 100 മഹാന്മാർ. നമ്പർ 1 പ്രവാചകനായ മുഹമ്മദ് നബി, നമ്പർ 2 ഐസക് ന്യൂട്ടൺ, മൂന്നാമത്തത് യേശു ക്രിസ്തു. അമേരിക്ക ഭയങ്കര വിപ്ലവമായി. എടാ, യേശു ക്രിസ്തുവിനെ നമ്പർ 1 വെക്കാതെ ഇവൻ ആരുടെ ഒരു ക്രിസ്ത്യാനി പ്രവാചകനെ നമ്പർ 1 വെച്ചിരിക്കുന്നു? മൈക്കൽ ഗേറ്റ് അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രേറ്റ് 100 വായിച്ചേക്കാം, എൻ്റെ ഉള്ള പുസ്തകം, ഞാൻ അമേരിക്കയിൽ നിന്ന് വരുത്തിയ പുസ്തകം. മൈക്കൽ ഗേറ്റ് പറഞ്ഞു, ലോകത്തിലെ മഹാന്മാർ ഒന്നുകിൽ മതരംഗത്ത് മാറ്റം വരുത്തി, യേശു ക്രിസ്തുവും ബുദ്ധഭഗവാനും ഒക്കെ ഉൾപ്പെടെ മതരംഗത്ത് മാറ്റം വരുത്തി. മറ്റു ചിലർ ചക്രവർത്തിമാരും ലൗകിക രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച ശാസ്ത്രജ്ഞന്മാരും ഒക്കെയാണ്. പക്ഷെ ഒരേ സമയം ലൗകിക രംഗത്തും ആധ്യാത്മികമായ മതരംഗത്തും വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരേ ഒരാളുള്ള ലോക ചരിത്രത്തിൽ അത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നമ്പർ 1 എന്ന് വെച്ചെന്ന് പറഞ്ഞു. അതോടെ അമേരിക്കയിലെ വലിയ കലാപങ്ങൾ അവസാനിച്ചു. നമ്മൾ വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. 8ാമതായി പ്രവാചകനെ മനസ്സിലാക്കാനുള്ള വലിയ തത്വമാണ് ഈ ഗ്രേറ്റ്നെസ് ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്. പരിശുദ്ധ പ്രവാചകനെ പറ്റിയും പരിശുദ്ധ ഖുർആനെ പറ്റിയും പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സമയം, ഞാനിപ്പോൾ 1.5 മണിക്കൂറാവുന്നു, എൻ്റെ പ്രസംഗം 1.5 മണിക്കൂർ കഴിയുന്നു. വളരെ ദീർഘമായൊരു പ്രസംഗത്തിന് വേദിയല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധ പ്രവാചകനെ പറ്റിയും ഇസ്ലാമിക ചിന്തയെപ്പറ്റിയും അത് ലോകത്തെ മാറ്റിമറിച്ചതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പൽസമൃദ്ധമായ രാഷ്ട്രമായി എപ്പോൾ? മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചപ്പോൾ. ഇന്ത്യ പണ്ട് ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു. പക്ഷെ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചു. 1532 ആയപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ തോമസ് മൂർ ഒരു പുസ്തകം എഴുതി, യുട്ടോപ്യ, ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ളതിനെ പറ്റിയുള്ള വലിയ സങ്കല്പം. ആ യുട്ടോപ്യയ്ക്ക് ഒരു തലസ്ഥാനം വേണം. ലോകത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേരിടണം. അങ്ങനെ പേരിട്ടപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആ സ്ഥലത്തിൻ്റെ തലസ്ഥാനത്ത് പേരിട്ട് എന്നാണെന്നറിയാമോ? കോഴിക്കോട്. കേരളത്തിലെ സാമൂതിരി ഭരിച്ച കോഴിക്കോട്. 1662 പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ്, പറുദീസ നഷ്ടം എഴുതി. സാത്താൻ്റെ അളവറ്റ സ്വത്തിനെ വർണ്ണിക്കണം. അയാൾ വാക്കുകൾ തപ്പി നടന്നു. അവസാനം പാരഡൈസ് ലോസ്റ്റിൽ മിൽട്ടൺ എഴുതുകയാണ്, സാത്താൻസ് വെൽത്ത് ഈസ് ലൈക്ക് ദ വെൽത്ത് ഓഫ് ഹോർമൂസ് ആൻഡ് ദ ഇൻഡ്. ഹോർമൂസ് തുറമുഖത്തെ പോലെ, അതായത് ഇറാൻ്റെയും ഒമാൻ്റെ ഇടയ്ക്കുള്ള കടൽ കഴിഞ്ഞ് കപ്പൽ തട്ടിക്കൊണ്ടുപോയ സ്ഥലം ഹോർമൂസിനെ പോലെയും ഇന്ത്യയെപ്പോലെയും അളവറ്റ സമ്പത്തുള്ളതാണ് സാത്താൻ്റെ സ്വത്ത്. ലോകത്തിലെ അളവറ്റ സ്വത്തിനെ പറ്റി നിർവചിക്കുന്നത് 1662 മിൽട്ടൺ.
1606 ഭരിക്കുന്നത്. ഷാജഹാൻ റഹ്മത്ത് ജയിലിൽ കിടക്കുകയാണ്. ഔറംഗസീബ് ചാടെടുത്തു. 1656 താജ്മഹൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പിറ്റേ വർഷമാണ് മോൻ ഔറംഗസീബ് അപ്പനെ പിടിച്ച് ജയിലിലിട്ടെ. ഷാജഹാൻ ജയിലിൽ കിടപ്പുണ്ട്. ഔറംഗസീബ് ഭരണം തുടങ്ങിയുള്ളൂ. ആ സമയത്താണ് ലോകത്തിലെ ഏറ്റവും സമ്പൽസമൃദ്ധ രാഷ്ട്രം ഇന്ത്യ ആയി അറിയുന്നത്. റോബർട്ട് ക്ലൈവ്, പ്ലാസി യുദ്ധം ജയിച്ച ബ്രിട്ടീഷ് ജനറൽ, അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് നാട് കാണാൻ പോയി മുർഷിദാബാദ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ ചെന്നു. എന്നിട്ട് ക്ലൈവ് എഴുതുകയാണ്, മുർഷിദാബാദ് ലണ്ടൻ പട്ടണത്തേക്കാൾ സമ്പൽ സമൃദ്ധവുമായ ഭൂമിയാണ്. ഞാൻ മുർഷിദാബാദിൽ പോയി, ഒരു തിരുവല്ലാപട്ടണം പോലൊരു ചെറിയ പട്ടണം. പക്ഷേ റോബർട്ട് ക്ലൈവ് അമ്പരന്ന് പോയി. മുർഷിദാബാദ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഭരിക്കുന്ന, സിറാജുൽ ദൗള ഭരിക്കുന്ന ആ പട്ടണത്തിൻ്റെ സമ്പൽ സമൃദ്ധി കണ്ടിട്ട് ലോകം മുഴുവൻ ഈ സമ്പത്ത് അത്ഭുതകരമായി മാറി. ഇന്ന് ലോകം മുഴുവൻ സ്വർണത്തിന് വിളിക്കുന്ന പേരെന്താണ്? വരാഹൻ. രാഷ്ട്രകൂട രാജവംശത്തിൻ്റെ കാലത്ത് സ്വർണത്തിൽ നാണയം അടിച്ചിരുന്നു. വരാഹൻ. ലോകത്തെ ഏറ്റവും സമൃദ്ധമായ രാഷ്ട്രമായിരുന്നു ഇസ്ലാം ഭരിച്ച ഇന്ത്യ. സർ തോമസ് റോ 1615 ജഹാംഗീർ ചക്രവർത്തി കാണാമെന്ന്. അദ്ദേഹം 45 അടി ദൂരെ ഇറങ്ങി മുട്ടയിലെഴഞ്ഞാണ് ജഹാംഗീറിൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമ്പത്തിനെ പറ്റി പറയുന്നത് വായിക്കണം. അത്ഭുതകരമാണ്. ഇസ്ലാം ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും സമ്പത്സമൃദ്ധ രാഷ്ട്രമാക്കി മാറ്റി. ആ സമ്പത്ത് കവർന്നെടുക്കാനാണ് സായിപ്പ് ഇവിടെ എത്തിയത്. അത് ഇവിടുത്തെ രാജാക്കന്മാരെ തമ്മിലടിപ്പിച്ച് അവർ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഇന്ത്യ വീണ്ടും ദരിദ്രപൂർണമായ രാഷ്ട്രമായി മാറി. ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങൾ ലോകത്തിലെ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങളായി മാറുന്നത് അതിൻ്റെ ഭരണക്രമം, ജനാധിപത്യപരമായ ഭരണക്രമമാണ്. മറ്റെല്ലാ മതങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ ഒരു ഒലിഗാർക്കിക് മോഡലാണ്. ഞങ്ങളുടെ അച്ഛനെ മെത്രാൻ നിയമിക്കും, മെത്രാനെ മാർപ്പാപ്പ നിയമിക്കും, ഇങ്ങനെ പോവാണ്. മറ്റ് ഹിന്ദുക്കൾക്ക് ശങ്കരാചാര്യരുണ്ട്, ശങ്കരാചാര്യ ഇങ്ങനെ പോവാണ്. പക്ഷെ മതം ജനാധിപത്യമാക്കിയത് പ്രവാചകനാണ്. ഒരു മസ്ജിദിൽ ആര് ഭരിക്കണം? ജനാധിപത്യത്തെ തിരഞ്ഞെടുക്കും. ഏത് മുള്ള അവിടെ പ്രാർത്ഥിക്കണം? മസ്ജിദ് തീരുമാനിക്കും. അല്ലാതെ വേറൊരു പോപ്പോ വേറൊരു ശങ്കരാചാര്യല്ല തീരുമാനിക്കുന്നത്. ഓരോ പള്ളിയും ജനാധിപത്യപരമായി ഭരിക്കപ്പെടുകയും മുസ്ലിങ്ങളായ വിശ്വാസികൾ തിരഞ്ഞെടുത്ത പുരോഹിതൻ വരും, അതിൻ്റെ കമ്മിറ്റി വരും. ഈ ജനാധിപത്യപരമായി മതം കൊണ്ടുപോകാൻ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചു. അത്ഭുതകരമാണ് ആ സിസ്റ്റം, വളരെ ശ്രദ്ധേയമായ സിസ്റ്റം. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി പ്രവാചകൻ ലോകത്തെ മാറ്റിമറിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കി 1500ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കണം. 1.25 മണിക്കൂറായി എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവാചകൻ്റെ എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.